ഉഗ്രം വീരം മഹാവിഷ്ണും ജ്വലന്തം സർവതോമുഖം നൃസിംഹം വിഷ്ണും ഭദ്രം മൃത്യോമത്യം നമാമിയം. ജയ നരസിംഹ ശ്രീ നരസിംഹ ജയ ജയ നരസിംഹ ജയ പ്രഹ്ലാദേശ जय पद्ममुख मुख पद्मभृंग भक्ति विघ्ननाश नरसिंह भगवान की जय। प्रहलाद महाराज की जय, गुरुदेव महाराज की जय, श्रील प्रभुपाद की जय। गुरु प्रमानंदे हरि हरि बोल। ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. എല്ലാവർക്കും ഈ സത്സംഗത്തിലേക്ക് സുസ്വാഗതം. ഹരേ കൃഷ്ണ രതിദേവി മാതാജി, ഹരേ കൃഷ്ണ ലൈല മാതാജി, ഹരേ കൃഷ്ണ സുജന മാതാജി, ഹരേ കൃഷ്ണ കൃഷ്ണകുമാരി മാതാജി, ഹരേ കൃഷ്ണ മല്ലിക മാതാജി, ഹരേ കൃഷ്ണ പത്മ മാതാജി, ഹരേ കൃഷ്ണ സവിത മാതാജി, ഹരേ കൃഷ്ണ ഗീത മാതാജി, ഹരേ കൃഷ്ണ ജ്ഞാനാംബിക മാതാജി ഉണ്ടായിരുന്നു. മഴ കാരണം ചിലപ്പം എക്സിറ്റ് ആയതായിരിക്കാം. മഴ ഭയങ്കര ഇടിയൊക്കെയാണെന്ന് പറഞ്ഞു. ഇടിയാണ്. അങ്ങനെ എല്ലായിടും ഇടിയും മഴയാ, ഭയങ്കര ഇടിയാണ്. ഹരേ കൃഷ്ണ. ജ്ഞാനാംബിക മാതാജി വീണ്ടും കയറി. അപ്പം മാതാജിക്കും ഒരു പ്രണാമം. അപ്പൊ അങ്ങനെ നമ്മൾ വീണ്ടും സത്സംഗം പഴയതുപോലെ മുന്നോട്ട് പോകാമെന്ന് വിചാരിച്ച കാര്യം, ഞാൻ ഇടയ്ക്ക് ഒരു 2 വീക്സ് നാട്ടിൽ പോയത് കൊണ്ട് അതിലിടയ്ക്കൊക്കെ ചില നാട്ടിൽ വെച്ച് ഞാൻ എടുക്കാൻ പരമാവധിയൊക്കെ ശ്രമിച്ചെങ്കിലും ചില പ്രാവശ്യമൊക്കെ ആയിട്ട് ഇങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഷിഫ്റ്റ് ആകുകയും അങ്ങനെ ഇതൊക്കെ ചെയ്ത് നമുക്ക് ആ ഒരു കണ്ടിന്യൂറ്റി നഷ്ടപ്പെട്ടായിരുന്നു. അപ്പം വീണ്ടും നമുക്ക് പഴയതുപോലെ തന്നെ നമുക്ക് മുന്നോട്ട് പോകാം. അപ്പൊ അങ്ങനെ എനിക്ക് ഇപ്പൊ ഇവിടെ ഇരിക്കുന്നതിൽ ഒരാളെ മാത്രമേ ഉള്ളൂ ഞാൻ ഗുരുവായൂർ വെച്ച് കാണാനായിട്ട് സാധിച്ചു, നേരെ ജ്ഞാനാംബിക മാതാജിയെ. ബാക്കി ആരും തന്നെ ഇവിടെ കയറിയിട്ടില്ലാത്ത കാരണം നമ്മള് അവരെ പറ്റി സവിത സതി മാതാജിയും പിന്നെ ആരാണ് രാധിക മാതാജി, അവരൊക്കെ അവിടെ വന്നിരുന്നു. രാധിക മാതാജി അവിടെയൊക്കെ വന്നിരുന്നു. പിന്നെ ഉഷാമണി മാതാജിയും കുറച്ച് മാതാജിമാർ അവിടെയുള്ള ഞാൻ കണ്ടിട്ടില്ല. അവരൊക്കെ സത്സംഗം അവിടെ കൂടാനായിട്ട് എത്തിയിരുന്നു. അങ്ങനെ നമുക്ക് ഗുരുവായൂരപ്പന്റെ സന്നിധിയിലിരുന്ന് പല കാര്യങ്ങളും ദാമോദര ആരതി, പിന്നെ വിഷ്ണു പഞ്ചത്തിന്റെ അന്ന് വിഷ്ണു സഹസ്രനാമം, പിന്നെ അങ്ങനെ തുളസി കല്യാണം കൂടാനായിട്ട് പറ്റി നാട്ടിൽ വെച്ചിട്ട് ഇസ്കോൺ ഗുരുവായൂരില്. അങ്ങനെ ഒരുപാട് ഭാഗ്യങ്ങളൊക്കെ സിദ്ധിച്ചു. അങ്ങനെ ഭീഷ്മ പഞ്ചകമൊക്കെ എടുക്കാനായിട്ട് പറ്റി. എല്ലാ ദിവസവും തന്നെ നമുക്ക് പറ്റി. അത് മാത്രമാണ് ഒരു എന്താണ് പറയുക, ഒരു ബെനിഫിറ്റ് ആയിട്ട് പറഞ്ഞത്. ബാക്കിയൊക്കെ മുഴുവനും മായയായിരുന്നു. അപ്പൊ അതുകൊണ്ട് മായയുടെ കാര്യങ്ങൾ ഇനി പറയുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇവിടെ തിരിച്ചെത്തി വരുമ്പോൾ എനിക്ക് സമാധാനമായി. അപ്പം കാര്യം എത്ര കഷ്ടപ്പാടാണെങ്കിലും ഞാൻ വിചാരിക്കുന്നത് ഇവിടെ തന്നെയാണ് നല്ലതെന്ന് വിചാരിച്ചു പോയൊരു സന്ദർഭമാണ് ഇപ്രാവശ്യം നാട്ടിൽ എന്നെ കാത്തിരുന്നത്. മായ അതുപോലെ സ്ട്രോങ് ആയിരുന്നു. ഞാനിപ്പോ അതിന്റെ ബാക്കി പത്രങ്ങളിൽ അകപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, എന്തായാലും നമുക്ക് അതിലേക്ക് പോകുന്നില്ല, നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. എവിടെയാണെന്ന് എല്ലാവർക്കും ഓർമ്മ കാണുമോ ഇല്ലെന്ന് അറിയത്തില്ല. നമ്മൾ കർമ്മയോഗത്തില് ആയിരുന്നു. കർമ്മയോഗത്തിൽ എത്രാമത്തെ ശ്ലോകമാണ് എന്താണെന്നൊന്നും പലർക്കും ഓർമ്മ കാണാനായിട്ട് സാധ്യത കുറവാണ്. കാര്യം ഇത്രയും ഇതല്ല. അപ്പൊ എന്തുമാത്രം മായ നമ്മളെ സ്ട്രോങ് ആയിട്ട് പിടിച്ചു എന്ന് നമുക്ക് ആലോചിക്കേണ്ടി വരും അല്ലേ. 35 അല്ലേ? 35, 36, 37. അപ്പൊ അത്രയ്ക്ക് എന്താണ് ഭൗതിക എനർജി അതിന് മാത്രം ശക്തി പ്രാപിച്ചാണ്. നമ്മൾ ഇടയ്ക്ക് ഒരാഴ്ച ക്ലാസ്, അതുകൊണ്ടാണ് ഞാൻ ഒരു നിവൃത്തി ഉണ്ടെങ്കിൽ ഒരു ക്ലാസ് പോലും ഞാൻ നിർത്താനായിട്ട് അനുവദിക്കാതെ. ചിലരൊക്കെ ഓർക്കും എന്തുകൊണ്ടാണെന്ന്. കാര്യം എനിക്കറിയാം ഭൗതിക എനർജി മായ എത്രമാത്രം ശക്തിവത്താണ് എന്നുള്ളത് ഞാൻ എൻ്റെ അനുഭവം കൊണ്ട് മനസ്സിലാക്കിയ, എല്ലായ്പ്പോഴും അറിയാമെങ്കിലും ഇപ്രാവശ്യം അതിന്റെ ഒരു പാരമ്യത്തിലെത്തിയ ഒരു അവസ്ഥയായിരുന്നു. അപ്പൊ അതുകൊണ്ട് ആണ് നമ്മള് സത്സംഗം എന്ത് കാരണവശാലും നമ്മൾ വിടരുത് എന്ന് പറയുന്നത്. മല്ലിക മാതാജി ഇപ്രാവശ്യം നാരായണ ആലയത്തിലൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ അല്ലെ? നാരായണ ആലയത്തിലൊക്കെ എന്തൊക്കെയോ പാരായണമൊക്കെ നടക്കുന്നുണ്ടല്ലോ. ഞാനപ്പം ആരോടൊക്കെയോ പറഞ്ഞു മല്ലിക മാതാജി നാരായണാലയത്തിൽ കർക്കിടക മാസത്തിലേ ഉണ്ടാവുള്ളൂ. അവിടെ കോടിയർച്ചനന്റെ സമയത്ത് ഉണ്ടാകാറുള്ളൂ. അതെയല്ലേ? കോടിയർച്ചന കഴിഞ്ഞ ഇപ്പൊ വരുന്ന ഓഗസ്റ്റ് സെപ്റ്റംബർ മാസം ഉണ്ടാവും. ഓക്കെ. അപ്പൊ എന്തായാലും മല്ലിക മാതാജി അന്ന് അവിടെ ഉണ്ടായിരുന്നപ്പോൾ മാതാജിയുടെ അടുത്തൂടെ പലതവണ നടന്നു പോയിട്ടും കാണാനായിട്ട് സാധിച്ചില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ഇപ്രാവശ്യം മാതാജി അവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ ഞാൻ എനിക്കൊന്ന് രാധിക മാതാജിയുടെ ഒക്കെ ആണോ എന്നറിയത്തില്ല, ആരോടോ പറഞ്ഞിരുന്നു എന്ന് എന്റെ ഓർമ്മ. പറഞ്ഞു സമയമായില്ലായിരിക്കും, അതുകൊണ്ടായിരിക്കും.
അതെ അത്ര അതെ അടുത്തുണ്ടായിട്ടും കാണാൻ കഴിഞ്ഞില്ലല്ലോ. പ്രഭു ചോദിച്ചു മലിയ മാതാജി പണ്ടോന്ന് വന്നു ഗുരുവായൂരില്. ഹരേ കൃഷ്ണ. അപ്പൊ അങ്ങനെ അതുപോലെ തന്നെ ഞാനൊരു കാര്യം അറിയാൻ സാധിച്ചു. നമ്മുടെ ഗീതാമാതാജി വളരെ നല്ല രീതിയിൽ മല്ലപ്പള്ളിയില് അതിചന്ദ്ര പ്രഭുവിന്റെ ഇതിലൊരു സത്സംഗം ഓർഗനൈസ് ചെയ്തു നടത്തി. ഞാൻ അതിന്റെ ഫോട്ടോസ് ഒക്കെ കണ്ടിരുന്നു. പിന്നെ ഇവിടെ പ്രേമനിധി പ്രഭുവും ഗീതാകാനി മാതാജിയും എന്നോട് അതിനെപ്പറ്റി വളരെ നല്ല രീതിയിൽ ഒരു അപ്രീസിയേഷൻ ഞാൻ കഴിഞ്ഞ ദിവസം വിളിച്ചപ്പം എന്നോട് പറയുകയും ചെയ്തു. അപ്പൊ അവിടെ തുടർന്നും അവിടെ സത്സംഗം എടുക്കണമെന്ന് പ്രഭു അതിയായ ആഗ്രഹം പ്രകടിപ്പിച്ചു. ഇനിയൊക്കെ അവിടെയുള്ള ആൾക്കാരുടെ സഹകരണവും ബാക്കിയുള്ള കാര്യങ്ങളും പോലെ ഇരിക്കും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ എന്നോട് പറഞ്ഞു. അപ്പൊ അത് ഓർഗനൈസ് ചെയ്ത മാതാജിക്കും അത് കണക്ട് ചെയ്ത മാതാജിക്കെല്ലാം മാതാജിക്ക് ഭഗവാന്റെ ഒരുപാട് കൃപ ഉണ്ടാകട്ടെ. ഗുരുക്കന്മാരുടെയും പരമ്പരകളുടെയും പ്രാർത്ഥിക്കുന്നു. ഇനി അടുത്ത് നമുക്ക് മല്ലപ്പള്ളിയിലെ ഗീതാമാതാജിയുടെ അവിടെയാണ് മല്ലപ്പള്ളിയിലെ ആദിചന്ദ്ര പ്രഭു എടുത്തത്. ശുദ്ധഭക്തി ആപ്പിന്റെ അകത്തുണ്ട് അതിന്റെ ഫോട്ടോസ് എല്ലാം. ശുദ്ധഭക്തി ആപ്പിനകത്തുണ്ടല്ലേ? ഓക്കെ ഓക്കെ അതിന്റെ ഫോട്ടോസ് എല്ലാം ഉണ്ട്. ഉണ്ടല്ലേ? അപ്പൊ അങ്ങനെ എന്തോ ഒരു ആ സംഭവം സത്സംഗത്തിൽ ശുദ്ധഭക്തിയുടെ ആപ്പ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടു. പക്ഷെ എന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലായില്ല. ഇങ്ങനെ പലരും ഇങ്ങനെ പറയുന്ന അതിന്റെ കേട്ടു. ഇത് ലിങ്ക് കിട്ടിയിട്ടില്ല. അതിന്റെ ലിങ്ക് കിട്ടിയിട്ടില്ലേ പ്രഭു? ലിങ്കും ഒക്കെ ഞാൻ കണ്ടു മാതാജി. ഞാൻ ഒരു സെക്കൻഡ് പോലും സമയമില്ലാതെയുള്ള അവസ്ഥയിലൂടെ നാട്ടിൽ പോയത്. ഇങ്ങനെ അവരൊക്കെയോ പറയുന്നത് കേട്ടു ശുദ്ധഭക്തി. പക്ഷെ അത് എന്നാന്നോ അതിലേക്ക് ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലാനോ അത് കാണാനോ ഒന്നും പറ്റിയിട്ടില്ല. പിന്നെ പേഴ്സണലി ഗീതാ മാതാജി എനിക്ക് അയച്ചു തന്ന വീഡിയോസ് കണ്ടു. പിന്നെ പ്രേമനിധി പ്രഭുവും ഗീതാകാനി മാതാജിയും ഒക്കെ ഞാൻ ഫോൺ വിളിച്ചപ്പോൾ കഴിഞ്ഞ ദിവസം എന്നോട് ഇതിനെപ്പറ്റി പ്രതിപാദിക്കുകയും ചെയ്തു. അപ്പൊ അങ്ങനെയുള്ള അറിവാണ്. ഹരേ കൃഷ്ണ. അടുത്ത നമുക്ക് കർമ്മയോഗത്തിലേക്ക് കിടക്കാം. അപ്പൊ നമ്മള് വീണ്ടും കർമ്മമാർഗത്തിലേക്ക് വന്നിരിക്കുകയാണ്. ഭഗവാനെ ഭക്തിയുത സേവനം ചെയ്തിട്ട് അതായത് നമ്മൾ കർമ്മത്തിൽ അല്ലെങ്കിൽ സേവയിൽ കൂടി സേവയോന്മുഖ ഭാവത്തിൽ കൂടെ എങ്ങനെ ഭഗവാനെ നമ്മൾ പ്രീതിപ്പെടുത്തും എന്നുള്ളത് ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലെ 34 ശ്ലോകങ്ങൾ എടുത്തു. അപ്പൊ അതിലെ 34ാമത്തെ ശ്ലോകത്തിന്റെ വിവർത്തനം ഒന്ന് നമുക്ക് നോക്കാം. ഇന്ദ്രിയ സംബന്ധികളായ വിഷയങ്ങളോടുള്ള ആസക്തിയും വിരക്തിയും നിയന്ത്രിക്കുന്നതിന് ചില തത്വങ്ങളുണ്ട്. ഒരാൾ ഈ ആസക്തി വിരക്തികളുടെ അധീനതയിലാവാൻ പാടില്ല. എന്തുകൊണ്ടെന്നാൽ ആത്മസാക്ഷാത്കാരത്തിന്റെ പാതയിലെ വിലങ്ങുതടികളാണവ. അപ്പൊ നമുക്ക് എപ്പോഴും സാധാരണഗതിയിൽ ഇപ്പം ഞാൻ നാട്ടിൽ ചെന്നപ്പോഴും എനിക്കും ഉണ്ടായത് എന്താണ്? ഇന്ദ്രിയ സംബന്ധികളായ വിഷയങ്ങളാണ്. അപ്പൊ ചിലതിനോട് നമുക്ക് ആസക്തി, ചിലതിനോട് വിരക്തി. അപ്പം ഇതിന്റെ രണ്ടിനെ അധീനതയിൽ നമ്മൾ അവരുടെ ആ വിഷയങ്ങളുടെ നിയന്ത്രണത്തിൽ നമ്മളാകാൻ പാടില്ല. മറിച്ച് വിഷയങ്ങൾ നമ്മൾ പുറത്തും നമ്മൾ വേറെ ആയിട്ട് രണ്ടും രണ്ടായിട്ട് നിൽക്കാനായിട്ട് ശ്രമിച്ചാൽ മാത്രമേ, അല്ലെങ്കിൽ വിഷയങ്ങൾ നമ്മളെ നിയന്ത്രിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ വിഷയത്തിൽ മുങ്ങി താഴ്ന്നു പോകും. അപ്പം എപ്പോഴും ആചാര്യന്മാർ പറയുന്നത് വിഷയങ്ങൾ ഒരിക്കലും നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു വിഷയങ്ങൾ ഒരിക്കലും നമ്മളെ നിയന്ത്രിക്കാനായിട്ട് ഇടവരുത്തരുത്. മറിച്ച് വിഷയങ്ങള് നമ്മളുടെ പുറത്തുള്ള ഒരു ഇതാണെന്ന്. അതായത് നമ്മുടെ ശരീരവും ആത്മാവെന്ന് പറഞ്ഞാൽ രണ്ടും രണ്ടാണല്ലോ. ആത്മാവ് ശരീരത്തിൽ കുടിയിരിക്കുന്നതെന്നല്ലാതെ ഇത് തമ്മിൽ പരസ്പരം ഒരു ബന്ധമില്ല എന്ന് പറയുന്ന പോലെ തന്നെ ശരീരത്തിനുള്ളിൽ അത് ഇരിക്കുന്നു എന്ന്. അതിപ്പോ ഈ ഒരു ഉടുപ്പിനുള്ളിൽ ഇരിക്കുന്നു. അത് കഴിഞ്ഞ് ചിലപ്പോൾ ഒരു പ്രാണിയുടെ ഉടുപ്പിലാകാം, ഒരു മൃഗത്തിന്റെ ഉടുപ്പിലാകാം, ഒരു മത്സ്യത്തിന്റെ ആയിരിക്കാം, നമുക്ക് പറയാൻ പറ്റത്തില്ല അടുത്ത ജന്മത്തിൽ. അപ്പൊ വേറൊരു ഉടുപ്പിടുമ്പോ ആ ഒരു ഉടുപ്പിന് അനുയോജ്യമായ ഒരു പേരാണ് വരുന്നത്, അല്ലേ? പക്ഷെ ആത്മാവ് ഒരേ ഒരാളാണ് എന്ന് പറഞ്ഞ പോലെ തന്നെ ഈ വിഷയങ്ങള് എപ്പോഴും നമ്മളുടെ പുറത്ത് ഉള്ളതായിട്ട് നമ്മൾ കാണാനായിട്ട് പഠിക്കണം. അല്ലെങ്കിൽ ആ വിഷയത്തിൽ നമ്മൾ ആണ്ടുപോകും. വിഷയത്തിൽ ആണ്ടുപോയി കഴിഞ്ഞാൽ നമുക്കറിയാം, നമുക്ക് കോൺസെൻട്രേഷൻ ഒന്നിനും കിട്ടില്ല. നാട്ടിൽ പോയപ്പോൾ ഞാൻ വിഷയത്തിൽ ആണ്ടുപോയത് കാരണം എനിക്ക് ഇത് ജപിക്കാനായിട്ട് ഒരു സെക്കൻഡ് സമയം പോലും ഭഗവാനെ ഒന്ന് ആലോചിക്കാനോ ഒന്ന് പറയാനോ നമ്മൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ 10-1. ഇവിടെ ഞാൻ ജോലിക്ക് 11 മണിക്കൂർ ജോലി, 2 മണിക്കൂർ ട്രാവല്, ഇതെല്ലാം കഴിഞ്ഞിട്ടും എനിക്ക് 16 മണിക്കൂർ ചാന്റിങ്ങും രാവിലെ വൈകിട്ടും ആരതിയും, അതേപോലെ തന്നെ ബാക്കിയുള്ള ഭഗവാൻ ഓഫറിങ് രാവിലെ വൈകുന്നേരവും, ഇതെല്ലാം എനിക്ക് ചെയ്യാനായിട്ട് സാധിക്കും. എന്നിട്ടും എനിക്ക് സമയം മിച്ചമാണ്. അപ്പം അങ്ങനെയുള്ള എനിക്ക് നാട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഇതിനൊന്നും സമയം കിട്ടാതായി പോയി. നമ്മൾ വിഷയങ്ങളിൽ അങ്ങ് ആണ്ടുപോയി. വിഷയങ്ങൾ നമ്മളെ ഡ്രൈവ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ആ വിഷയങ്ങളിൽ ഡ്രൈവ് ചെയ്ത് കാരണം നമുക്ക്
നമ്മൾ എന്താണ് നമ്മളുടെ ഉദ്ദേശവും ലക്ഷ്യവും അതൊക്കെ മറന്നുപോയി. നമ്മൾ ഫൈനലി നമ്മൾ ഭഗവാന്റെ സേവകരാണ്, നമ്മൾ കർമ്മമാർഗം ചെയ്യണം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പലതും നമ്മൾ ആകെപ്പെടാൻ 3 ദിവസം ഗുരുവായൂർ ഇരുന്ന ദിവസമാണ്. പിന്നെ നമുക്ക് വീണ്ടും ഒരു 3 ദിവസത്തെ ഒരു ബോണസ് പീരീഡ് എന്ന് പറഞ്ഞ് ഒരു സംഭവം ഉണ്ടായത്, ഗുരുവായൂരിന്റെ അടുക്കൽ ഇരിക്കാൻ പറ്റിയത്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ശ്ലോകത്തിൽ അതാണ് പറയുന്നത്, നമ്മൾ ആത്മസാക്ഷാത്കാരത്തിൽ എത്തിച്ചേരാനായിട്ടുള്ള വിലങ്ങുതടികളാണ് അവയൊക്കെ എന്ന് പറഞ്ഞിരിക്കുന്നു ഭഗവാൻ. അപ്പൊ ഈ വിലങ്ങുതടികള് നമ്മളെ ഏത് തരത്തിൽ നമ്മളെ ബാധിക്കും എന്നുള്ളതാണ് നമ്മൾ കണ്ടത്. അടുത്തത് നമ്മൾ ഈ 35-ാമത്തെ ശ്ലോകം. എനിക്കൊരു 500 രൂപ. രാജംപ്രഭുവിനോട് ചോദിക്ക്, രാജംപ്രഭു തരും കേട്ടോ. അപ്പൊ അങ്ങനെ നമ്മള് 35-ാമത്തെ ശ്ലോകത്തിലേക്ക് പോവാണ്. ശ്രേയാൻ സ്വധർമ്മോ വിഗുണ പരധർമാസ്വനു ഷ്ടിതാത് സ്വധർമ്മേ നിധനം ശ്രേയാ പരധർമ്മോ ഭയാവഹ. ശ്രേയാൻ സ്വധർമ്മോ വിഗുണ പരധർമാസ്വനുഷ്ഠിതാത് സ്വധർമ്മേ നിധനം ശ്രേയാ പരധർമ്മോ ഭയാവഹ. ശ്രേയാൻ സ്വധർമ്മോ വിഗുണ പരധർമാസ്വനുഷ്ഠിതാത് സ്വധർമ്മേ നിധനം ശ്രേയാ പരധർമ്മോ ഭയാവഹ. ഹരേ കൃഷ്ണ. മല്ലിക മാതാജി. വാസുദേവായ. ശ്ലോകം 35. ശ്രേയാന്തധർമ്മോ വിഗുണ പരധർമാസ്വനുഷ്ഠിതാത് സ്വധർമ്മേ നിധനം ശ്രേയ പരധർമ്മോ ഭയാവഹ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സബിത മാതാജി. ഹരേ കൃഷ്ണ. ശ്രേയാൻ സ്വധർമ്മോ വിഗുണ പരധർമാസ്വനുഷ്ഠിതാത് സ്വധർമ്മേ നിധനം ശ്രേയ പരധർമ്മോ ഭയാവഹ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അടുത്ത ലൈല മാതാജി. ലൈല മാതാജി. ഞാൻ വീട്ടിലല്ല പ്രഭു. കുഴപ്പമില്ല. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. കൃഷ്ണകുമാരി മാതാജി. ഹരേ കൃഷ്ണ. ശ്രേയാൻ സ്വധർമ്മോ വിഗുണ പരധർമ്മ സ്വനുഷ്ഠിതാ സ്വധർമ്മേ നിധനം ശ്രേയ പരധർമ്മോ ഭയാവഹ. ഹരേ കൃഷ്ണ. അപ്പം നമ്മള് അതിന്റെ പദാനുപദ തർജ്ജമ രതിദേവി മാതാജി. ഹരേ കൃഷ്ണ. വിഗുണ ഗുണമില്ലാത്ത, സ്വധർമ്മ തനിക്ക് വിധിച്ച കർമ്മം, സ്വനുഷ്ഠിതാത് നന്നായി ചെയ്യുന്നത്, പരധർമ്മ പരധർമ്മത്തെക്കാൾ ശ്രേയാൻ ശ്രേയസ്കരമാകുന്നു, സ്വധർമ്മേ സ്വധർമ്മത്തിൽ, നിധനം നിധനവും മരണവും, ശ്രേയ ശ്രേയസ്സാണ്, പരധർമ്മ പരധർമാനുഷ്ഠാനം ഭയാവഹമാകുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അതിപ്പോ അതിന്റെ വിവർത്തനം ഞാൻ വായിക്കാം. വിവർത്തനം ഭാവാർത്ഥം. ഡിവൈൻ ഗ്രേസ് AC ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ്. ജയ ശ്രീല പ്രഭുപാദ്. തെറ്റോടുകൂടി ആണെങ്കിൽ പോലും തനിക്ക് വിധിക്കപ്പെട്ടിട്ടുള്ള ചുമതലകൾ നിറവേറ്റുകയാണ് അന്യരുടെ കർത്തവ്യങ്ങൾ ഭംഗിയായി നിർവഹിക്കുന്നതിനേക്കാൾ നല്ലത്. സ്വകൃത്യ നിർവഹണത്തിൽ നാശം സംഭവിക്കുന്നതും മറ്റുള്ളവരുടെ കർമ്മം ചെയ്യുന്നതിനേക്കാൾ ശ്രേയസ്കരം തന്നെ. അന്യരുടെ വഴി സ്വീകരിക്കുന്നത് ആപത്കരമാണ്. ഇവിടെ വളരെ വിലപ്പെട്ട ഒരു മെസ്സേജ്
ഭഗവാൻ തരികയാണ്. മാതാജി എന്താ രണ്ടായിട്ട് കയറിയത്? ഗീതാ മാതാജി എങ്ങനെ രണ്ടായിട്ട് വന്ന്? ഇപ്പൊ പോയി, ഇപ്പൊ ഒരാളുള്ളൂ. എക്സിറ്റ് ആയി. ഡ്യുവൽ പേഴ്സണാലിറ്റി ആണോ അതോ സത്സംഗമൊക്കെ നടത്തിയപ്പോഴത്തേനും ഡിവൈൻ പവർ കയറി ഡ്യുവൽ പേഴ്സണാലിറ്റി വന്നതാണോ? എക്സിറ്റ് ആയ പോലെ തോന്നി, പിന്നെ ഞാൻ വീണ്ടും കേറുമായിരുന്നു. അങ്ങനെയാണോ? ഒന്ന് കട്ട് ഇതിലിങ്ങനെ ചെയ്താൽ രണ്ടായിട്ട് കണ്ടു. അവിടെ എവിടെയും കാണും അല്ലെ, കുമ്പിടി എന്നൊക്കെ നമ്മൾ പറയല്ലേ. പക്ഷെ പിന്നീട് ഈ അടുത്ത നാളാണ് ഞാൻ അറിഞ്ഞത്, ഈ അടുത്ത നാളാണ് അറിഞ്ഞത് കുമ്പിടി എന്ന് പറഞ്ഞ ഈ പാലക്കാട് ജില്ലയിലുള്ള ഒരു സ്ഥലമാണ് എന്നറിഞ്ഞത്. അവിടെ നമ്മുടെ പന്നിയൂർ വരാഹ ലക്ഷ്മി ദേവി ക്ഷേത്രമുണ്ട്. ഭൂമി പൂജയ്ക്കൊക്കെ എല്ലാവരും പോകുന്നതാണ്. സ്ഥലം വിൽപ്പന നടക്കാത്ത ഇതിരിക്കുന്നവരും അതുപോലെ തന്നെ ഭൂമിക്ക് അങ്ങനെ പ്രശ്നങ്ങളുള്ളവരും വീട് വെക്കാനായിട്ട് അങ്ങനെയൊക്കെയുള്ളവർ പോകുന്ന ഒരു സ്ഥലമാണ് പന്നിയൂർ എന്ന് പറയുന്നത്. ആദ്യത്തെ ക്ഷേത്രമാണ് കേരളത്തിൽ. അതെ, വളരെ പുരാതനമായ കേരളത്തിൽ ആദ്യമായി ക്ഷേത്രമാണ്. ഉണ്ടായ ക്ഷേത്രമാണ്. അതെ, വളരെ പുരാതനമായ ക്ഷേത്രം. ഈ കുറ്റിപ്പുറം എന്ന് പറഞ്ഞ മലപ്പുറം, അവിടെ ആ സ്റ്റേഷനിൽ നിന്ന് ഓട്ടോയ്ക്കൊക്കെ പോകാനുള്ള ദൂരമുള്ളെന്ന് പറയാം. നമ്മുടെ ഒരു മാതാജി അവിടെ പോയിരുന്നു. കുറ്റിപ്പുറം മലപ്പുറത്തല്ലേ വരിക പ്രഭു? അവിടുന്ന് പാലക്കാട്ടിലേക്ക് എളുപ്പമാണ്, ഇങ്ങോട്ടേക്ക് പോകാൻ എളുപ്പമാണ്. ഒരു ഓട്ടോയിൽ പോകാനുള്ള ദൂരമുള്ളെന്നാണ് പറഞ്ഞത് ഈ സ്ഥലത്തേക്ക്. ഒരു മാതാജി പോയിരുന്നു, ഒരു മാതാജിയുടെ വീട്ടില് ഇതുപോലെ. അതെയല്ലേ, ഒരു വഴിയോ ഒന്നും ഇല്ലാത്ത ഒരു സ്ഥലം, ആരും 1 ലക്ഷം പോലും പറയാത്ത ഒരു സ്ഥലം, ഇത്ര 5.5 ലക്ഷത്തിന് കച്ചവടമായെന്ന് പറഞ്ഞ് മാതാജി വളരെ സന്തോഷത്തോടു കൂടി എനിക്ക് മെസ്സേജ് ഒക്കെ ഇട്ടിരുന്നു. അപ്പൊ അവിടെ എന്താണ് ഈ പന്നിയൂര് പോയതാണ്, ആരോ പറഞ്ഞു പോയതാണ്. അപ്പൊ 4 വീടിന്റെ 4 മൂലയ്ക്ക് നിന്ന് മണ്ണും ഒക്കെ എടുത്ത് അവിടെ പോയി. ഇപ്പം വരാഹ ഭഗവാന്റെ മടിയില് ഭൂമിദേവി അങ്ങനെ എന്തോ ആണ് അവിടെ പ്രതിഷ്ഠ. അപ്പൊ അവിടെ ചെന്ന് 4 മൂലയിൽ നിന്നുള്ള മണ്ണ് അവിടെ പൂജയ്ക്ക് വെച്ചു. അത് കഴിഞ്ഞ് 1 വർഷത്തിനകം ഏതാണ്ട് ഈ കച്ചവടം നടന്നു. അപ്പം കച്ചവടം നടത്തി കഴിഞ്ഞപ്പോഴത്തേനും ആ എടുത്ത ആൾക്കാര് ഈ വഴിയില്ലാതെ പ്രശ്നം ഉണ്ടാക്കി അവരുടെ സ്ഥലം കൂടെ കൂടി എടുത്ത് ഇപ്പൊ വഴിയായി, അത് വലിയ പ്ലോട്ടായി. അങ്ങനെയൊക്കെ പറഞ്ഞ് മാതാജി കുറെ അത്ഭുതങ്ങളൊക്കെ എന്നോട് പറഞ്ഞു. അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളുള്ളവരുണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് പറഞ്ഞു വിടൂ പ്രഭു, എനിക്ക് പൂർണ്ണ വിശ്വാസമാണ്, ഞാൻ ഉറപ്പ് തരുന്നു എന്നൊക്കെ പറഞ്ഞ് മാതാജി എന്നോട് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ എന്താണ് പറയുന്നത്, നമ്മളിപ്പോ എന്താണ് കുമ്പിടി അല്ലെ, കുമ്പിടി പാലക്കാട് കുമ്പിടി ഡിസ്ട്രിക്റ്റില്. പാലക്കാട് ഡിസ്ട്രിക്റ്റ് ആണ്, പക്ഷെ മലപ്പുറത്തിനോട് അടുത്താണ്. അപ്പൊ നമ്മള് ഈ കുറ്റിപ്പുറം സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് അവിടുന്ന് അടുത്താന്നാണ് പറഞ്ഞത്, ഓട്ടോയ്ക്ക് പോകാനുള്ള ദൂരേ ഉള്ളെന്നാണ് പറഞ്ഞത്. ഇത്രേ എനിക്ക് അറിയാവുള്ളൂ. ഇനി ഗൂഗിൾ മാപ്പും ബാക്കിയുള്ളത് നോക്കാം. പന്നിയൂർ ക്ഷേത്രമാണ്, വരാഹ ഭൂമിദേവി ക്ഷേത്രം. പന്നിയൂർ വരാഹമൂർത്തി ക്ഷേത്രം എന്ന് പറഞ്ഞാണ് നമ്മൾ പോകേണ്ടി, അങ്ങനെയാണ് പറയുന്നത്. അതെ അതെ. അപ്പം വരാഹ ദേവൻ ഭൂമിദേവിയെ ഉയർത്തിക്കൊണ്ട് വരുന്ന ആ സങ്കല്പത്തിലുള്ള സൃഷ്ടിയാണ്. അപ്പം ഭൂമിദേവിയുടെ പൂർണ്ണമായിട്ടുള്ള അനുഗ്രഹം ഉണ്ടാകും. ഭൂമി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്കും എല്ലാം പരിഹാരങ്ങൾക്കും ഒക്കെ അവിടെയാണ് പോകുന്നതെന്ന് പറഞ്ഞു. എനിക്കൊരു പുതിയ അറിവായിരുന്നു. കാര്യം നമ്മൾ ഈ കുമ്പിടി എന്ന് പറയുമ്പോൾ നന്ദനത്തിലെ ജഗതി ശ്രീകുമാറിന്റെ ആ ഒരു രൂപമാണ് നമുക്ക് ഓർക്കുന്നത്. തലമുടിയൊക്കെ ഇങ്ങനെ നീട്ടി 2-3 സ്ഥലങ്ങളിൽ ഒരുമിച്ച് പ്രത്യക്ഷമാകുന്ന ഒരു തട്ടിപ്പുകാരൻ. അപ്പൊ അങ്ങനെ ഇങ്ങനെ ഡ്യുവൽ ഒരു ട്രിപ്പിൾ പേഴ്സണാലിറ്റി വരുന്ന സമയത്ത് നമ്മൾ ഈ കുമ്പിടി എന്ന് പറയും. പക്ഷെ അത് സ്ഥലപ്പേരാണെന്നുള്ള വിവരം ഞാൻ ഈ അടുത്ത നാൾ, ഒരു 2 മാസം മുൻപ് ഈ മാതാജി എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ടെന്ന് വരെ എനിക്ക് അറിയില്ലായിരുന്നു. അതാണ് നമ്മളുടെ ജനറൽ നോളേജിന്റെ ഒരു ഐക്യുവിന്റെ പ്രശ്നം, തീരെ ലോ ലെവലാണ്. അതുകൊണ്ടല്ലേ നമ്മൾ പാലക്കാട് ജില്ലയിലുള്ള ഒരു സ്ഥലമാണ് ഈ കുമ്പിടി എന്നുള്ളതിനുള്ള ആ നന്ദനം കണ്ടിട്ട് ഇത്ര തവണ ആവർത്തിച്ച് നമ്മൾ നന്ദനം കണ്ടു. പക്ഷെ നമുക്ക് അറിയില്ലായിരുന്നു ഒരു സ്ഥലപ്പേരാണെന്ന്. നിങ്ങൾക്ക് പലർക്കും അറിയായിരിക്കും, എനിക്കറിയില്ലായിരുന്നു. എന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. മായ. അടുത്തത് തെറ്റോടു കൂടിയാണെങ്കിൽ പോലും തനിക്ക് വിധിക്കപ്പെട്ടിട്ടുള്ള ചുമതലകൾ നിറവേറ്റുകയാണ് അന്യരുടെ കർത്തവ്യങ്ങൾ ഭംഗിയായി നിർവഹിക്കുന്നതിനേക്കാൾ നല്ലത്. നമ്മൾ ചിലരൊക്കെ ഉണ്ട്, നമ്മള് സബിതാ മാതാജി ഇതൊന്ന് കേട്ടതായിരിക്കും ഞാൻ അവിടെ ക്ലാസ് എടുക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഇതേ ശ്ലോകം തന്നെയാണ് തോന്നുന്നത് എനിക്ക് ഗീതാകാനി മാതാജി തന്നതെന്ന് തോന്നുന്നു. മാതാജിക്ക് ഓർമ്മയുണ്ടോ? ഇതേ ശ്ലോകം ഞാൻ എടുത്ത പോലെ എനിക്ക് തോന്നുന്നു. എടുത്തിട്ടുണ്ട്. ഇതെല്ലാം പ്രഭു തന്നെ എടുത്തിരിക്കും. അതെല്ലേ, അപ്പൊ എനിക്കൊരു ഓർമ്മ പോലെ തോന്നി. അതായത് നമ്മൾ മറ്റുള്ളവരുടെ ചുമതലകൾ ഏറ്റെടുത്ത് ചെയ്യും. ചിലർ ഭയങ്കര ശുഷ്കാന്തിയാണ് അല്ലേ,
മറ്റുള്ളവരുടെ കാര്യങ്ങളൊക്കെ ഭംഗിയായി ചേർക്കാം. ചിലപ്പോൾ അവനവന്റെ വീട്ടിലത്തെ സാഹചര്യങ്ങളും അവനവന്റെ കാര്യങ്ങളൊക്കെ ഭയങ്കര അവതാളത്തിലാകും. നമ്മൾ സ്റ്റേബിളേ അല്ല. പക്ഷെ നമുക്ക് മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടാനും അത് പരിഹരിക്കാനും ചിലരുണ്ട് വീട്ടില്. ചില മക്കളുണ്ട്, നിങ്ങൾ അമ്മമാരായാലും അറിയാല്ലേ, വീട്ടിൽ മഹാമോശം, പറഞ്ഞാൽ അനുസരിക്കത്തില്ല. നാട്ടില് മുഴുവൻ നല്ലത്, നാട്ടിലും ലോകത്തിനും മുഴുവൻ നല്ലത്. അവരെ ഓരോ വീട്ടില് ആരെങ്കിലും ആശുപത്രി കിടക്കുകയാണെങ്കിൽ അവിടെ പോയി നിൽക്കും, അവർക്ക് രക്തം കൊടുക്കും, അവയവം കൊടുക്കും, നമ്മളോട് ഇതൊന്നും ചോദിക്കുക പോലും ഇല്ല. അത്രയ്ക്ക് ഇതായിട്ട് നടക്കും. പക്ഷെ വീട്ടിൽ ചോദിച്ചു കഴിഞ്ഞാൽ, എടാ ഈ തേങ്ങ ഒന്ന് ചേർന്നേ, ഇതൊന്ന് പൊതിച്ചതാ, അല്ലെങ്കിൽ ഇതേ ഒരു വാഴയാണ് അവിടെ പിരിക്കാനുണ്ടോ, ഒന്ന് പിരിച്ചതാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജന്മം ചെയ്ത്. ഇന്ന് അടുത്ത വീട്ടിലെ അമ്മ പറയുവാണെങ്കിൽ ഓടിപ്പോയി അവിടെ പോയി ചെയ്തു കൊടുക്കും. ഇങ്ങനത്തെ ആൾക്കാരെ അറിയാവുന്നവർ എത്ര പേരുണ്ടെന്ന് കൈ പൊക്കുക. ചിലപ്പോൾ നമ്മളെ വീട്ടില് അല്ലെങ്കിൽ നമുക്ക് പരിചയമുള്ളവര് അങ്ങനെ പലരും ഉണ്ടാവാം അല്ലെ, ഇതേപോലുള്ള ഒരു കഥാപാത്രം നമ്മൾ സിനിമയിലൊക്കെ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും അല്ലെ. ഇപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ സ്വന്തം കർമ്മങ്ങൾ നിറവേറ്റുക. മറ്റുള്ളവരുടെ കർമ്മങ്ങൾ നിർവഹിക്കുന്നതിനേക്കാൾ അത് ശ്രേഷ്ഠമാണെന്ന് ഭഗവാൻ പറയുന്നു. അത് എന്തുകൊണ്ടാണ്? സ്വകൃത്യ നിർവഹണത്തിൽ നാശം സംഭവിക്കുന്നു, മറ്റുള്ള കർമ്മം ചെയ്യുന്നതിനേക്കാൾ ശ്രേയസ്കരം തന്നെ. നമ്മൾ നമ്മളുടെ കർമ്മം ചെയ്തിട്ട് അതിലെന്തെങ്കിലും പോന്നു പോരായ്മകൾ ഉണ്ടോ അതില്, അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിലും അത് മറ്റുള്ളവരുടെ കർമ്മം ചെയ്യുന്നതിനേക്കാൾ ശ്രേയസ്കരം തന്നെയാണ്. കാര്യം നമ്മൾ ഓരോരുത്തരും ഇവിടെ ഭഗവാൻ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ പ്രവൃത്തി ചെയ്യൂ എന്നാണ് പറയുന്നത് അല്ലെ. ഈ കർമ്മയോഗത്തിലൂടെ നിങ്ങൾ ചെയ്യേണ്ട പ്രവൃത്തി ചെയ്യൂ. അപ്പൊ നമ്മൾ ചെയ്യേണ്ട പ്രവൃത്തി, നമ്മളുടെ സ്വധർമ്മം അനുഷ്ഠിക്കാതെ നമ്മൾ മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഏർപ്പെടുന്നത് അത് അവർക്ക് സ്വന്തമാണ്. ഓരോരുത്തർക്കും അവർക്ക് ചെയ്യേണ്ട കർമ്മം അവരവർക്ക് സ്വന്തമാണ്. അത് അവരവർക്ക് വിട്ടുകൊടുക്കുക അല്ലെ. നമ്മളെ കൊണ്ട് മറ്റുള്ളവരുടെ കർമ്മം ചെയ്യാനായിട്ട് നമ്മളെ അധികാരപ്പെടുത്തിയിട്ടില്ല ഒരിക്കലും അല്ലെ. നമുക്ക് മറ്റുള്ളവർക്ക് ഉപദേശങ്ങളൊക്കെ കൊടുക്കാം, ഇന്ന പോലെ ഇന്നതാണ് വഴി. അത് കഴിഞ്ഞിട്ട് അവരുടെ വിധി പോലെയാണ് ഇതൊക്കെ നടക്കുന്നത്. അവര് കർമ്മം ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അവർക്ക് അതിന്റെ ഫലം അനുഭവിക്കാൻ പറ്റും. അല്ല, നമ്മളല്ല അവർക്ക് വേണ്ടിയിട്ട് കർമ്മം ചെയ്യേണ്ടതും ത്യാഗം ചെയ്യേണ്ടതും. ഇപ്പൊ നമുക്കറിയാം, നമുക്കൊക്കെ ഓരോ പൊസിഷൻ കിട്ടിയിരിക്കുകയാണല്ലേ. നിങ്ങളൊക്കെ അമ്മമാരും. അല്ല പ്രഭു, നമ്മൾ ഉപദേശമൊക്കെ കൊടുത്ത് അവര് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് നെഗറ്റീവ് ആണ്, നമ്മളെ മുച്ചുകൂടി ഈ ജന്മം മുഴുവൻ ചീത്ത പറയും. അതും ഉണ്ടാവും. അപ്പം നമ്മള് ഇപ്പൊ എന്തൊക്കെ നമ്മള് ഏതൊക്കെ രീതിയിൽ നമ്മൾ ഓരോരുത്തരും ഓരോ പൊസിഷനിലാണ്. നിങ്ങളൊക്കെ അമ്മമാരും മുത്തശ്ശിമാരും അങ്ങനെയൊക്കെയുള്ള ഓരോ പൊസിഷനിലാണ് ഓരോരുത്തരും അല്ലെ. അതിന് അനുസരിച്ചിട്ടുള്ള കർമ്മം നമ്മൾ ചെയ്യേണ്ടി വരും അല്ലെ. കൊച്ചുമക്കളെ സംരക്ഷിക്കണം. ഇപ്പൊ ഗീതാ മാതാജി ആണെങ്കിൽ വീട്ടിൽ ഇറങ്ങാൻ പറ്റുന്നില്ല എന്ന് അടിയന്തര പ്രഭു പറഞ്ഞു എന്ന് പറഞ്ഞു അല്ലെ. കൊച്ചുകുട്ടികളെ നോക്കിക്കൊണ്ടിരിക്കുന്ന കാരണം അവിടെ നിന്ന് ഇറങ്ങാനോ ഇപ്പൊ തിരുവല്ല വരെ ഒന്ന് ചെല്ലാനോ മാതാജിക്ക് പറ്റുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ നമ്മൾ ഓരോരുത്തർക്കും നമ്മളുടെ ആ ഒരു കർമ്മം, കാര്യം വേറെ ആരും ഇല്ല. നമ്മളുടെ മക്കൾക്ക് അവരുടെ കർമ്മരംഗത്ത് നിൽക്കണമെങ്കിൽ എന്താണ്, വല്യമ്മമാരെന്ത് ചെയ്യണം, മുത്തശ്ശിമാരെന്ത് ചെയ്യണം, അവരെ സഹായിക്കണം. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു കർമ്മം നമ്മൾ ഏറ്റെടുത്തു, അത് നമ്മൾ ഭംഗിയായിട്ട് നിർവഹിക്കുന്നു. അപ്പൊ അങ്ങനെ ഇതേപോലെ തന്നെ അപ്പൊ നമ്മളുടെ സ്വകർമ്മം നിർവഹിക്കുമ്പോൾ അതിലെന്തെങ്കിലും നാശം സംഭവിക്കുകയോ പിഴവ് പറ്റുകയോ എങ്കിൽ അങ്ങനെ ഉണ്ടായാൽ പോലും മറ്റുള്ളവരുടെ കർമ്മം നമ്മൾ ഏറ്റെടുത്ത് ചെയ്യുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ് അതെന്ന് ഭഗവാൻ പറയുന്നു. അന്യരുടെ വഴി സ്വീകരിക്കുന്ന ആപത്കരമാണ്. കാര്യം എന്താണ്? നമ്മള് അന്യരുടെ വഴി സ്വീകരിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് പലപ്പോഴും അപകടത്തിൽ ചെന്നെത്തും. നമുക്കറിയാം, മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെട്ടിട്ട് നമ്മൾ സിനിമയിലടക്കം നമ്മൾ വളരെ ചെറുതായിട്ട് ഒരാളെ ഒന്ന് സഹായിക്കാൻ പോയി, അല്ല വഴിയിൽ വെച്ചിട്ട് ഒരാൾ വീണ് കിടക്കുന്നുണ്ട്, അയാളെ ഒന്ന് എണീപ്പിച്ച് ആശുപത്രിയിലാക്കി കഴിഞ്ഞാൽ അയാളുടെ ഫുൾ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടി വരും. അതുപോലെ ഒരു ആക്സിഡന്റ് നടന്നു ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ കോടതി കയറേണ്ടി വരും. ഇങ്ങനെയൊക്കെ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ചുറ്റോടിയിട്ടും കാണുന്നു സിനിമയിലടക്കം അല്ലേ. എന്ന് വെച്ചിട്ട് അവരെ ആരെയും നമ്മൾ ചെയ്യണ്ടെന്നല്ല, നമ്മൾ ഇമ്പോർട്ടൻസ് നമ്മളുടെ കർമ്മവും നമ്മളുടെ ധർമ്മവും ഒക്കെ അനുഷ്ഠിക്കുന്നതിനായിരിക്കണം നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്. മറ്റുള്ളവർക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, ഇപ്പൊ ഒരാൾ ആക്സിഡന്റ് പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ 999 വിളിച്ചിട്ട് നമ്മൾ ആംബുലൻസ് അറേഞ്ച് ചെയ്ത് കൊടുക്കുവോ, അല്ലെങ്കിൽ ഏതെങ്കിലും വണ്ടി അറേഞ്ച് ചെയ്തിട്ട് അവരെ ആശുപത്രിയിലേക്ക് കയറ്റി വിടുക, അല്ലെങ്കിൽ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് പറയോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യേണ്ടെന്നല്ല. അത് ചെയ്യുന്നതിന് കുഴപ്പമില്ല. പക്ഷെ നമ്മൾ അതിന്റെ അകത്ത് വീണ് പോയിട്ട് അവരുടെ ബാക്കിയുള്ള കാര്യങ്ങൾ മുഴുവൻ പരിഹരിക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മളുടെ കർമ്മം ചെയ്യാനായിട്ട് പറ്റില്ല. നമ്മൾ അതിൽ പെട്ടുപോകും. ചിലപ്പോൾ കോടതി കയറേണ്ടി വരും, പോലീസ് സ്റ്റേഷനിൽ പോകേണ്ടി, സാക്ഷി പറയേണ്ടി വരും. അപ്പം വേറൊരു ചോദ്യം ചോദിക്കാം, മറു ചോദ്യം, നമ്മൾക്ക് ഇങ്ങനെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ
അപ്പൊ അങ്ങനെ ആരും ചെയ്യില്ലല്ലോ. നമ്മളും വഴിയിൽ വെറുതെ അനാഥമായിട്ട് കിടക്കില്ലേ എന്ന് ചോദിക്കുക. നമ്മൾ വഴിയിൽ വെറുതെ അനാഥമായിട്ട് കിടക്കുന്നത് എന്താണ്? നമ്മുടെ കർമ്മഫലമായിട്ടാണ്. ആരെങ്കിലും സഹായിക്കാനായിട്ട് ആ സമയത്ത് എത്തണമെങ്കിൽ നമ്മള് എന്താണ്, നമ്മൾക്ക് ഭഗവാൻ അതിനു വേണ്ടിയിട്ടൊരു അവസരം ഉണ്ടാക്കി തരണം. ഇതിനു വേണ്ടിയിട്ട് വേറൊരാൾക്ക് ആ ഒരു കർമ്മം ചെയ്യാനായിട്ട് ഭഗവാൻ വിധിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ആൾ വന്ന് നമ്മളെ ഹെൽപ്പ് ചെയ്യും. മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ വഴിയിൽ വീണ് കിടക്കുമ്പോൾ ആരും നമുക്ക് സഹായത്തിന് ഇല്ലാത്തപ്പം ഭഗവാൻ അതിനൊരാളെ നിയോഗിച്ചിട്ടുണ്ടാവാം. നമ്മൾ ഭഗവാന്റെ ഭക്തിയുത സേവനം ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും ഭഗവാൻ അവിടെ ഒരാളെ അവിടെ നിയോഗിക്കും നമ്മൾക്ക് വേണ്ടിയിട്ട് ചെയ്യാനായിട്ട്. അപ്പം അതാണ് ഈ പാപസാമ്യവും ഇങ്ങനെയുള്ള കുറെ ജന്മശിഷ്ടം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഈ ജന്മശിഷ്ടമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കണ്ടുമുട്ടുന്ന ഓരോ വ്യക്തികളും നമ്മളെ ചിലപ്പം ചില വ്യക്തികളെ കാണുമ്പോൾ ഒന്ന് ചിരിച്ചു കാണിക്കും. നമ്മൾ ഓർക്ക് ഇവർ എന്തിനാ നമ്മളെ ചിരിച്ചു കാണിച്ചതെന്നല്ലേ? ഒരു പരിചയവും ഇല്ലല്ലോ. ഞാൻ ആലുവാമണപ്പുറത്ത് വെച്ച് കണ്ട ഒരു പരിചയം പോലും ഇല്ല. ഇവരെന്തിനാ എന്നെ ചിരിച്ചു കാണിച്ചത്? പക്ഷെ ഇത് ഏതോ ഒരു ജന്മത്തിലുള്ള കർമ്മബന്ധമുണ്ട്. നമ്മൾ തമ്മിൽ എവിടെയോ എന്തോ ഉണ്ട്. അപ്പം അറിയാതെ തന്നെ ആ ഒരു ചിരി വരുവാണ്. അത് ഹൃദയത്തിനുള്ളിൽ ആത്മാവിൽ നിന്ന് വരുന്ന ചിരിയാണ്. ചിലപ്പോൾ നമ്മൾക്ക് ഒരു പരിചയമില്ല, അവർക്കും ഒരു പരിചയമില്ല, പക്ഷെ കാണുമ്പോൾ അവർക്കൊരു പരിചയം തോന്നുന്നു. ഇത് എന്താണ്? ഈ മുജ്ജന്മ ബന്ധങ്ങളാണ്. അപ്പൊ അതുപോലെ മുജ്ജന്മ ബന്ധങ്ങളിലുള്ള ആരെങ്കിലും ആ സമയത്ത് അവിടെ കൊണ്ട് ഭഗവാന് ഇട്ടുതരും. അപ്പൊ അതോർത്ത് നമ്മൾ വിഷമിക്കേണ്ട കാര്യമില്ല. എന്ന് വെച്ചിട്ട് നമ്മൾ ഇത് കാണുമ്പോൾ മുഖം ഇങ്ങനെ തിരിച്ച് അങ്ങനെ നടന്നു പോകണമെന്നും അല്ല ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നതും ഭഗവാൻ ഉദ്ദേശിക്കുന്നതും. നമ്മൾ ചെയ്യേണ്ട സ്വകർമ്മങ്ങൾ ചെയ്യാനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യണം. മറ്റുള്ളവരുടെ കർമ്മത്തിൽ ഇടപെടുന്നതിലും അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതിനേക്കാളും നമ്മൾ സ്വന്തമായിട്ടുള്ള ധർമ്മം ചെയ്ത് നമ്മൾ അതിൽ ഫോക്കസ് ചെയ്ത് പോയാൽ മാത്രമേ നമുക്ക് ഇൻഡിവിജ്വലി, നമ്മളെല്ലാവരും ഇൻഡിവിജ്വലി വന്നാണല്ലോ അല്ലെ? പല വീടുകളിൽ നിന്നും പലയിടത്തു നിന്നും വന്ന് നമ്മൾ ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടി ഒരു അല്പസമയം നിൽക്കുന്നു. എന്നിട്ട് നമ്മളെല്ലാവരും നമ്മളുടെ ബസ് വരുമ്പോൾ അതിൽ കയറി നമ്മൾ പോകേണ്ടി വരും. നമ്മൾ എല്ലാവരും കൂടെ ഒരുമിച്ചാണ് പോകേണ്ടത്, അല്ലെങ്കിൽ കൂട്ടാത്മഹത്യ ചെയ്യണം. എല്ലാവരും കൂടെ ഒരുമിച്ച് പോകണമെന്നുണ്ടെങ്കിൽ അല്ലെ, ഒരുമിച്ച് കയറാൻ തൂങ്ങണം. അതല്ലാത്ത സ്ഥിതിക്ക് നമ്മൾക്കെല്ലാം വേറെ വേറെ വണ്ടി വരുമ്പോൾ അതിൽ കയറി നമ്മൾ പോകണം. അപ്പൊ അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് എപ്പോഴും നമ്മൾ ചെയ്യാനായിട്ടുള്ള കർമ്മങ്ങള് നമ്മൾ ചെയ്യാനായിട്ട് വിമുഖത ഒരിക്കലും കാണിക്കരുത്. മറ്റുള്ളവരുടെ കർമ്മങ്ങൾ ഏറ്റെടുത്ത് ചെയ്യാനായിട്ട് ഇരുന്നു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾക്ക് ചെയ്യേണ്ടുള്ള പ്രവൃത്തികളൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല. അതിൽ ഫോക്കസ് ചെയ്യാനായിട്ട് പറ്റില്ല എന്നതാണ് ഭഗവാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇത് ചിലരൊക്കെ ഇങ്ങനെ പല രീതിയിൽ വിമർശിച്ചിട്ട് അതുപോലെ തന്നെ അതായത് കുറച്ച് ഇടതുപക്ഷ ചിന്താഗതിക്കാര് സാഹിത്യകാരന്മാരൊക്കെ ഈ ശ്ലോകത്തെ നിരൂപിച്ചിട്ട് അതാണ് മറ്റുള്ളവരുടെ കാര്യത്തിലൊന്നും ഇടപെടണ്ടെന്നും ചില പല സമുദായ സ്നേഹികളൊക്കെ ഉണ്ട്. അവർക്കൊന്നും ഈ ഒരു ശ്ലോകം അത്ര പിടിക്കത്തില്ല. കാര്യം ഭഗവാൻ ഈ കർമ്മയോഗമാണ് പറയുന്നത്. നമ്മൾ സ്വന്തം കർമ്മം ചെയ്യാതെ മറ്റുള്ളവർക്ക് വേണ്ടി നടന്നു കഴിഞ്ഞാൽ സ്വന്തം കർമ്മവും ധർമ്മവും എല്ലാം വിട്ടുപോകും. എന്നും മറ്റുള്ളവർക്ക് വേണ്ടി നടന്നു കഴിഞ്ഞാൽ എന്താണ് അവസാനം ഫലം? കറിവേപ്പില പോലെ അവരവരുടെ കാര്യം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പുറന്തള്ളും. അപ്പോൾ ആ സമയത്ത് നമ്മൾ വിലപിച്ചിട്ട് അപ്പൊ ആ കർമ്മത്തിന് നമുക്കത് ഭഗവാൻ നമ്മളെ ഏൽപ്പിച്ച കർമ്മമായിട്ട് അങ്ങനെ തിങ്ക് ചെയ്ത് അങ്ങനെ അത് തെറ്റാണോ? അപ്പോ എന്താണ് മാതാജി ഒന്നുകൂടെ പറഞ്ഞു? അല്ല, ഇപ്പൊ മറ്റുള്ളവരുടെ ഇപ്പൊ ഈ പറഞ്ഞതുപോലെ മറ്റുള്ളവർക്ക് വേണ്ടി ഇങ്ങനെ ഓടുന്നു, അതൊക്കെ ഒരു പറഞ്ഞില്ലേ? അതെ, ഒരു കർമ്മത്തിൽ പറഞ്ഞു. അപ്പൊ അത് നമ്മൾ ഭഗവാൻ ഏൽപ്പിച്ച ഒരു കർമ്മമായിട്ട് നമ്മൾ ചെയ്യുന്നതിൽ തെറ്റായിട്ട് പോവുമോ? അങ്ങനെ അത് മാതാജി ചിന്തിക്കുന്നതില് രണ്ട് തരത്തിലുണ്ട്. നമ്മൾ എപ്പോഴും ഫോക്കസ് ചെയ്യേണ്ട നമ്മൾക്ക് ചെയ്യാനായിട്ടുള്ള ഒരുപാട് കർമ്മവും ധർമ്മവും ഉണ്ട്. ഞാൻ നേരത്തെ പറയല്ലേ, ചിലർ സ്വന്തം വീട്ടിലൊന്നും ചെയ്യാതെ മറ്റുള്ള സ്ഥലങ്ങളിൽ പൊതുപ്രവർത്തനത്തിനായിട്ട് അങ്ങ് പോകും. സ്വന്തം വീട്ടിൽ ഒന്നും ചെയ്യില്ല, അവനവന് വേണ്ടിയിട്ട് ഒന്നും ചെയ്യില്ല, അവനവന് വേണ്ടിയിട്ട് തന്നെ ഒന്നും ചെയ്യില്ല. നമുക്ക് ചെയ്യാനുള്ള നമ്മൾ സ്വന്തം എന്താണ് കൈതവ ധർമ്മം അല്ലെങ്കിൽ പരാധർമ്മം, അത് നമ്മൾ അനുഷ്ഠിക്കണമല്ലോ. നമ്മൾ അത് അനുഷ്ഠിക്കാതെ യഥാർത്ഥത്തിലുള്ള നമ്മളുടെ അവസ്ഥ മനസ്സിലാക്കാതെ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മളുടെ ജീവിതം മുഴുവൻ പാഴാക്കും. സ്വന്തമായിട്ട് യാതൊരു ഇമ്പ്രൂവ്മെന്റും ഇല്ല. മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് പ്രവർത്തിച്ചിട്ട് അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മുൻതൂക്കം കൊടുക്കും. അവരെയാണ് ഉദ്ദേശിച്ചത്. അല്ലാതെ മറ്റുള്ളവരെ സഹായിക്കുന്നത് കൊണ്ടോ നമ്മൾ ഇതുപോലെ തന്നെ എവിടെയെങ്കിലും വെച്ച് കണ്ടുമുട്ടുന്ന വ്യക്തിത്വങ്ങൾ, നമ്മളിപ്പോ ഒരാളെ സഹായിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ സഹായിച്ചോളൂ, കുഴപ്പമില്ല. പക്ഷെ പ്രധാനപ്പെട്ട് ഫോക്കസ് ചെയ്യേണ്ട നമ്മളുടെ സ്വന്തം ധർമ്മം കൈവിടരുത്. അവരെ ചെയ്തോളൂ, പക്ഷെ അതായിരിക്കരുത് നമ്മളുടെ ലക്ഷ്യം. നമ്മളുടെ കർമ്മം അതിൽ ഫോക്കസ് ചെയ്യുക. മറ്റുള്ളവർക്ക് ഭഗവാൻ ഒരു അവസരം തരുവാണ്, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു സേവ ചെയ്യേണ്ട അവസരം വരുവാണ്, ആ അവസരം വിനിയോഗിച്ചു. പക്ഷെ അതാണ് നമ്മളുടെ കർത്തവ്യം, അത് തന്നെയാണ് നമ്മളുടെ ധർമ്മം എന്ന് വിചാരിച്ചിട്ട്
അവരുടെ കൂടെ ആയി പോകരുത്, അല്ലെങ്കിൽ അവരുടെ കൂടെ പെട്ടുപോയാൽ എന്താണ് പ്രശ്നം സംഭവിക്കുന്നത്? ആപത്കരമാണ്. നമ്മളുടെ എന്താണ് മൈൻഡിനെ, ഇന്റലിജൻസിനെ എല്ലാം തിരിച്ച് വേറൊരു തലത്തിലേക്ക് ആക്കി മാറ്റും. നമ്മളുടെ സ്വധർമ്മം ചെയ്തിട്ട് നമ്മൾ നല്ല രീതിയിൽ ഇമ്പ്രൂവ്മെന്റ് ചെയ്ത് വരുമ്പോൾ മറ്റൊരു അസോസിയേഷൻ നമുക്ക് കിട്ടുകയാണ് അല്ലെ. ആ അസോസിയേഷൻ ചിലപ്പോൾ ഒരുപക്ഷെ ബാഡ് ആയിരിക്കും. ഒരു മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ഒരാളെയാണ് നമ്മൾ സഹായിച്ചതെന്ന് വിചാരിച്ചു. ആ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളുടെ ഇന്റലിജൻസ്, അവബോധവും ആ ഇൻഫ്ലുവൻസ് നമ്മളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളുടെ സാധനം എല്ലാം തീർന്നില്ലേ? അപ്പൊ പിന്നെ നമ്മൾ ആ ഒരു രീതിയിൽ ചിന്തിക്കും. അതുപോലെ തന്നെ അയാൾ നമുക്ക് പ്രത്യുപകാരമായിട്ട് ഇത് സേവിക്കാനായിട്ട് നമുക്ക് തന്നാലോ നമ്മൾ ഉപയോഗിക്കേണ്ടി വരും. ഉപയോഗിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അയാളുടെ അവബോധത്തിലേക്ക് ആയിപ്പോയി. അതുകൊണ്ടാണ് ഭഗവാൻ പറയുന്നത്, അതുകൊണ്ട് ഒരിക്കലും അങ്ങനെയുള്ള ഇതിൽ ചെന്ന് പെടാതിരിക്കുക. നമ്മളിങ്ങനെ ആകസ്മികമായിട്ട് ഭഗവാൻ നമ്മളുടെ മുൻപിൽ തരുന്ന മറ്റുള്ളവർക്ക് സഹായിക്കാനായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ നമ്മൾ നമ്മൾ യൂട്ടിലൈസ് ചെയ്യുക. അല്ലാതെ നമ്മളുടെ പ്രധാനപ്പെട്ട ഇത് മറ്റുള്ളവരെ സഹായിക്കുക എന്നുള്ളതാണെന്ന് തെറ്റിദ്ധരിച്ച് നമ്മൾ മുന്നോട്ട് പോകാതിരിക്കരുതെന്ന് ആണ് ഇവിടെ ഉദ്ദേശിച്ചത്. കേട്ടോ മാതാജി? ഹരേ കൃഷ്ണ. അടുത്തത് ഇതിന്റെ ഭാവാർത്ഥം വായിക്കുന്നത് ഗീതാ മാതാജി. ഹരേ കൃഷ്ണ. ജയ് ശ്രീല പ്രഭുപാദ്. ഭാവാർത്ഥം: അന്യർക്ക് വിധിക്കപ്പെട്ടിട്ടുള്ള കർമ്മങ്ങൾ നിർവഹിക്കുകയല്ല, സ്വകർത്തവ്യങ്ങൾ പൂർണ്ണമായ കൃഷ്ണാവബോധത്തോടെ നിറവേറ്റുകയാണ് ഒരാൾ ചെയ്യേണ്ടത്. ഒരാളുടെ മാനസികവും ശാരീരികവുമായ കഴിവിന് വിധേയമായും ത്രിഗുണങ്ങളുടെ സ്വാധീനത കൊണ്ടുമാണ് ഭൗതികമായ കർമ്മങ്ങൾ വിധിക്കപ്പെട്ടിരിക്കുന്നത്. കൃഷ്ണന്റെ അതീന്ദ്രിയ സേവനത്തിനായി ആത്മീയ ഗുരു നിർദ്ദേശിക്കുന്നവയാണ് ആധ്യാത്മിക കർത്തവ്യങ്ങൾ. ഭൗതികമായാലും ആധ്യാത്മികമായാലും തനിക്ക് വിധിക്കപ്പെട്ട കർമ്മങ്ങളിൽ തന്നെ മരണം വരെയും ഉറച്ചു നിൽക്കുന്നതാണ് മറ്റുള്ളവരെ അനുകരിക്കുന്നതിനേക്കാൾ നല്ലത്. ആധ്യാത്മിക രംഗത്തും ഭൗതിക തലത്തിലും ചെയ്യേണ്ടുന്ന കർമ്മങ്ങൾ വ്യത്യസ്തങ്ങളായിരിക്കാം. ആധികാരികമായ നിർദ്ദേശത്തെ അനുസരിക്കുക എന്ന നിലപാടാണ് എപ്പോഴും കർമ്മം ചെയ്യുന്ന ആൾക്ക് നല്ലത്. ഭൗതികമായ പ്രകൃതി ഗുണങ്ങളുടെ മോഹവലയത്തിലായിരിക്കുമ്പോൾ പരിതസ്ഥിതിക്ക് അനുസരിച്ച് വിധിക്കപ്പെട്ട നിയമങ്ങൾ നാം ഓരോരുത്തരും അനുസരിക്കുക തന്നെ വേണം. മറ്റുള്ളവരെ അനുകരിച്ചുകൂടാ. ഉദാഹരണമായി, ഒരു ബ്രാഹ്മണൻ സാത്വിക സ്വഭാവിയാകയാൽ ഹിംസാ തൽപരനല്ല. ക്ഷത്രിയനാകട്ടെ രജോഗുണ സ്വഭാവിയാണ്. അയാൾക്ക് ഹിംസ അനുവദനീയവുമാണ്. അങ്ങനെയിരിക്കെ ഒരു ക്ഷത്രിയന് അഹിംസാനിരതനായ ബ്രാഹ്മണനെ അനുകരിക്കുന്നതല്ല, ഹിംസയുടെ ചട്ടങ്ങൾ അനുസരിച്ച് പൊരുതി തോൽക്കുന്നതാണ് ഉത്തമം. ഓരോരുത്തരും പടിപടിയായിട്ടാണ് ഹൃദയശുദ്ധീകരണം നടത്തേണ്ടത്, പെട്ടെന്നല്ല. എന്നാൽ പ്രകൃതി ഗുണങ്ങൾക്ക് അതീതനും തികച്ചും കൃഷ്ണാബോധമാർന്നവനുമാകയാൽ ഒരാൾക്ക് വിശ്വാസ്യനായ ആധ്യാത്മിക ഗുരുവിന്റെ ഉപദേശപ്രകാരം എന്ത് വേണമെങ്കിലും ചെയ്യാം. കൃഷ്ണാവബോധത്തിന്റെ അത്യുന്നതാവസ്ഥയിൽ ക്ഷത്രിയൻ ബ്രാഹ്മണനെ പോലെയും ബ്രാഹ്മണൻ ക്ഷത്രിയനെ പോലെയും പ്രവർത്തിച്ചേക്കാം. അതീന്ദ്രിയ തലത്തിലായിരിക്കുമ്പോൾ ഭൗതിക ലോകത്തിലെ അവസ്ഥാഭേദങ്ങൾ ബാധകമല്ല. ഒരു ഉദാഹരണം: വിശ്വാമിത്രൻ ക്ഷത്രിയനായിരുന്നു, എങ്കിലും ഒടുവിൽ ബ്രാഹ്മണനെ പോലെ പ്രവർത്തിച്ചു. പരശുരാമനാകട്ടെ ബ്രാഹ്മണനായിരുന്നിട്ടും പിന്നീട് ക്ഷത്രിയ വൃത്തിയിലാണ് ഏർപ്പെട്ടത്. അതീന്ദ്രിയ നിലയിലായിരുന്നത് കൊണ്ട് അവർക്ക് അങ്ങനെ ചെയ്യാം. പക്ഷേ ഭൗതിക തലത്തിലിരിക്കെ പ്രകൃതി ഗുണാനുസൃതമായി തന്നെ ഏതൊരാളും പ്രവർത്തിക്കണം. അതേസമയം കൃഷ്ണാവബോധം പൂർണ്ണമായും ഉൾക്കൊള്ളുകയും വേണം. ഹരേ കൃഷ്ണ. വളരെ കൃത്യമായിട്ടുള്ള കാര്യമാണ് പറഞ്ഞത് അല്ലെ. നമ്മള് 4 വർണ്ണങ്ങളിൽ ഇരുന്നു കൊണ്ട് നമ്മളുടെ കർമ്മങ്ങൾ നമ്മൾ ഭംഗിയായിട്ട് ചെയ്യുക. 4 വർണ്ണങ്ങളിൽ ഇരുന്നു കൊണ്ട് ചെയ്യുക. അതുപോലെ തന്നെ അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മള് പ്രകൃതിയുടെ ആ ഗുണങ്ങൾക്ക് അനുസരിച്ചിട്ട് കൃഷ്ണാവബോധം പൂർണ്ണമായിട്ട് ഉണ്ടായാൽ മതി. അല്ലെങ്കിൽ ഒരു വിശ്വാസനായ ഒരു ഗുരുവിന്റെ നിയന്ത്രണത്തിൽ അല്ലെങ്കിൽ ശിക്ഷണത്തിൽ നമുക്ക് വേണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി ചെയ്യാം. അല്ലെങ്കിൽ അത് അതീന്ദ്രിയ സ്വഭാവമുള്ളവരായിരിക്കണം. അപ്പം 2 പേരുടെ കാര്യം പറഞ്ഞു. അത് സാധാരണക്കാരല്ല. ഒന്ന് വിശ്വാമിത്രൻ ആരായിരുന്നു? രാജർഷി ആയിരുന്നു അല്ലെ. രാജർഷി ആയിരുന്നു. ആ വിശ്വാമിത്രൻ ഇത് ചെയ്തത്? വിശ്വാമിത്രൻ ശരിക്കും ക്ഷത്രിയനായിട്ടും ബ്രാഹ്മണനെ പോലെയാണ് ജീവിച്ചത് അല്ലെ. ഒരു ഋഷിയായിട്ടാണ് ജീവിച്ചത്. അതുകൊണ്ടാണ് വിശ്വാമിത്രൻ ഈ പറയുന്ന ആ ഋഷിമാരുടെ ആ ശ്രേണിയിലേക്ക് ഉയർത്തപ്പെട്ടത്. അതേപോലെ തന്നെ ഈ ബ്രാഹ്മണനായിരുന്നിട്ട് കൂടെ പരശുരാമൻ ക്ഷത്രിയനായിട്ടാണ് ജീവിച്ചു പോകുന്നത്. കാരണം എന്താണ്? സ്വന്തം പിതാവിനെ വധിച്ച കാർത്യവീരാർജുനോടുള്ള ആ ഒരു അങ്ങനെ ക്ഷത്രിയന്മാരോട് മൊത്തത്തിൽ അദ്ദേഹത്തിന് വൈര്യം ഉണ്ടായി. അങ്ങനെ
ആ ഒരു ക്ഷത്രിയന്റെ ആ ഒരു ഇതിൽ ജീവിച്ചു. അതൊക്കെ ഭഗവാനും ഭഗവാന്റെ അംശാവതാരങ്ങളും പാർഷദന്മാരും എന്നുള്ള ലെവലിൽ അതൊരു ലീലയുടെ ഭാഗമായിട്ടുള്ള നിലയിൽ അതൊക്കെ ആ ഒരു അതീന്ദ്രിയ സ്വഭാവികൾക്കാകാം. പക്ഷെ നമ്മൾക്ക് അങ്ങനെ ആകില്ല. കാര്യം ഈ ബ്രാഹ്മണൻ ക്ഷത്രിയനായി പോയി കഴിഞ്ഞാൽ ആ രജോ ഗുണം മുഴുവൻ വരില്ലേ. ക്രോധവും, ബ്രാഹ്മണൻ അതങ്ങനെ പാടില്ല. ക്രോധവും വൈര്യവും അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും വന്നു കഴിഞ്ഞാൽ ബ്രാഹ്മണന്റെ സാധന പോയി, എല്ലാം പോയി, സർവ്വം പോയില്ലേ. ആ ക്ഷത്രിയനുമായിട്ട് ഇടപഴകി കഴിഞ്ഞാൽ ക്ഷത്രിയന്റെ രീതിയിലുള്ള എല്ലാ രജോ ഗുണങ്ങളും വന്നു കഴിഞ്ഞാൽ ബ്രാഹ്മണ്യം എന്ന് പറഞ്ഞാൽ തന്നെ തീർന്നില്ലേ. പക്ഷെ തിരിച്ച് ഒരു ക്ഷത്രിയന് ബ്രാഹ്മണനാകാം അല്ലെ. ബ്രാഹ്മണന്റെ രീതിയിലുള്ള പ്രവൃത്തി ചെയ്ത് വിശ്വാമിത്രനെ പോലെ ആകുകയും ചെയ്യാം. അപ്പൊ ഇത് പരശുരാമനും ഒക്കെ ആയതുകൊണ്ട് ഇവിടെ നമുക്ക് അത് ചർച്ചയ്ക്ക് കാര്യമില്ല. കാര്യം അവരൊക്കെ ആ ഒരു തലത്തിൽ നിൽക്കുന്ന ആളായതുകൊണ്ട്. പക്ഷെ ഭൗതിക തലത്തിൽ ഇരിക്കുമ്പോൾ പ്രകൃതിയുടെ ഗുണങ്ങൾക്കനുസരിച്ചിട്ട് തന്നെ ഓരോരുത്തരും അവരുടെ നിലയ്ക്ക് അനുസരിച്ചിട്ട് പ്രവർത്തിക്കണം. അതേസമയം നമ്മള് കൃഷ്ണാവബോധം പൂർണ്ണമായിട്ടും ഉൾക്കൊള്ളുകയും ചെയ്യണം എന്നാണ് ഈ ശ്ലോകം ഉദ്ദേശിക്കുന്നത്. ഞാനൊരു കാര്യം ചോദിക്കാൻ, ഗീതാമാതാജിയുടെ ഇപ്പൊ എങ്ങനെയുണ്ട് കണ്ണിന്? ഞാനത് തിരക്കായതുകൊണ്ട് ഞാൻ ചോദിക്കാൻ മറന്നുപോയി. കുറവുണ്ട് കണ്ണിന്, എന്നാലും ചില സമയത്തൊരു വേദനയുണ്ട്. വായിക്കാനൊക്കെ വെയില് പറ്റും? കൊള്ളാനൊന്നുണ്ട്. വായിക്കാനൊക്കെ പറ്റും? വായിക്കാം. അതെല്ലേ. വായിക്കാൻ പറ്റും. അതെല്ലേ. കരിഞ്ഞു പക്ഷെ ഉള്ളില് കുറച്ചുകൂടെ കരിയാനുണ്ട്, വേദനയുണ്ട്. വേദന ഉണ്ടല്ലേ? വലിയ സഹിക്കാൻ വയ്യാത്ത വേദന. അതെല്ല, ഞാന് നാട്ടിലെ തിരക്കുകളും മായ പിടിച്ചുകൊണ്ട് എനിക്ക് അതൊന്നും ചോദിക്കാനോ വിളിച്ചന്വേഷിക്കാനോ പോലും പറ്റിയില്ല. ക്ഷമിക്കണം. നമുക്ക് എല്ലാവർക്കും 3 പ്രാവശ്യം ഉഗ്രം വീരം ജപിക്കാം. മാതാജിക്ക് എത്രയും പെട്ടെന്ന് റിക്കവർ ആകാൻ വേണ്ടിയിട്ട്. ഉഗ്രം വീരം മഹാവിഷ്ണും ജ്വലന്തം സർവതോമുഖം നൃസിംഹം ഭീഷണം ഭദ്രം മൃത്യോർമൃത്യം നമാമ്യഹം. ഉഗ്രം വീരം മഹാവിഷ്ണും ജ്വലന്തം സർവതോമുഖം നൃസിംഹം ഭീഷണം ഭദ്രം മൃത്യോർമൃത്യം നമാമ്യഹം. ഉഗ്രം വീരം മഹാവിഷ്ണും ജ്വലന്തം സർവതോമുഖം നൃസിംഹം ഭീഷണം ഭദ്രം മൃത്യോർമൃത്യം നമാമ്യഹം. ജയ നരസിംഹ ശ്രീ നരസിംഹ ജയ ജയ നരസിംഹ जय प्रहलादेश जय पद्ममुखा मुख पद्मभंग व्यक्ति विघ्नविनाश नरसिंह भगवान की जय। बुद्धपलान महाराज की जय। बुद्ध महाराज की जय। श्रील प्रभुपाद की जय। गौर प्रमानंदे हरि हरि बोल। हरे कृष्ण. 36ാമത്തെ ശ്ലോകം. അർജുന ഉവാച അദക്കേന പ്രയുക്തോയം പാപം ചരതി പൂരുഷ അനിശ്ചന്നപി വാർഷ്ണേയ ബലാദിവ നിയോജിതഃ. അദക്കേന പ്രയുക്തോയം പാപം ചരതി പൂരുഷ അനിച്ഛന്നപി വാർഷ്ണേയ ബലാദിവ നിയോജിതാം. അർജുന ഉവാച അദക്കേന പ്രയുക്തോയം പാപം ചരതി പൂരുഷ അനിശ്ചിന്നപി വാർഷ്ണേയ ബലാദിവ നിയോജിതാം. ഹരേ കൃഷ്ണ. ജ്ഞാനാംബിക മാതാജി. കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. അർജുന ഉവാച അദകേന പ്രയുക്തോയം പാപം ചരതി പൂരുഷകം അനിശ്ചന്നപി വാർഷ്ണേയ ബലാദിവ നിയോജിതഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അടുത്തത് ഷിബി മാതാജി. ഹരേ കൃഷ്ണ. അർജുന ഉവാച അഥ കേന പ്രയുക്തോയം പാപം ചരതി പുരുഷ അനിച്ഛന്നപി വാർഷ്ണേയ ബലാദിവ നിയോജിതഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അടുത്തത് രാധിക മാതാജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. അർജുന ഉവാച അഥ കേന പ്രയുക്തോയം പാപം ചരതി പൂരുഷ അനിച്ഛിന്നപി വാർഷ്ണേയ ബലാദിവ നിയോജിതഃ. ഹരേ കൃഷ്ണ. അപ്പോൾ അതിന്റെ പദാനുപദ തർജ്ജമ സുജന മാതാജി. അർജുന ഉവാച. അർജുനൻ പറഞ്ഞു, വാർഷ്ണേയ അത എന്നാൽ കേന, അത് എന്നാൽ കേന ആരാൽ, പ്രയുക്ത പ്രേരിതനായിട്ട്, അയം പുരുഷ ഈ പുരുഷൻ, അനിച്ചൻ അഭി ഇച്ഛയില്ലാത്തവനെങ്കിലും, ബലാൽ
ബലാത്കാരേണ നിയോജിത ഇവ നിയോഗിക്കപ്പെട്ടവനെന്ന പോലെ പാപത്തെ ചരതി ആചരിക്കുന്നു. അർജുനൻ പറഞ്ഞു, വാർഷ്ണേയ, ഏതിനാലാണ് ഒരാൾ തനിക്ക് ഇഷ്ടമില്ലെങ്കിൽ പോലും ബലാത്കാരേണ എന്ന പോലെ പാപം ചെയ്യാൻ പ്രേരിതനാകുന്നത്? ഹരേ ഭാവാർത്ഥം കൃഷ്ണ. വായിക്കട്ടോ പ്രഭു. ഭാവാർത്ഥം ഹരേ കൃഷ്ണ. പത്മാമാതാജി. ഹരേ കൃഷ്ണ. ഭാവാർത്ഥം. ജീവാത്മാവ് കൃഷ്ണന്റെ ഒരു അംശം എന്ന നിലയിൽ മൗലികമായി ആത്മീയവും ശുദ്ധവും എല്ലാ ഭൗതിക മാലിന്യങ്ങളിൽ നിന്നും മുക്തനുമാണ്. അതുകൊണ്ട് സ്വാഭാവികമായും ഭൗതിക പ്രപഞ്ചത്തിലെ പാപങ്ങൾ അവനെ ബാധിക്കുന്നില്ല. എങ്കിലും പ്രകൃതിയോടുള്ള സമ്പർക്കം മൂലം ജീവസത്ത യാതൊരു മടിയുമില്ലാതെ പല പാപങ്ങളും ചെയ്തു പോകുന്നു. ചിലപ്പോൾ തന്റെ ആഗ്രഹത്തിന് എന്നത് എതിരായിട്ട് പോലും. ആ നിലയ്ക്ക് ജീവാത്മാക്കളുടെ വൈരുദ്ധ്യ സ്വഭാവത്തെ ചൂണ്ടിക്കാട്ടുന്ന അർജുനന്റെ ഈ ചോദ്യം ആശാവഹമാണ്. പാപം ചെയ്യാൻ ഇച്ഛിക്കുന്നില്ലെങ്കിലും ചിലപ്പോഴത് ചെയ്യേണ്ടതായി വരുന്നു. എങ്കിലും അന്തര്യാമിയായ പരമാത്മാവിനാൽ പ്രചോദിതങ്ങളല്ല ആ ദുഷ്കർമ്മങ്ങൾ. അടുത്ത ശ്ലോകത്തിൽ വിവരിക്കുന്നത് പോലെ മറ്റൊരു കാരണമാണ് അതിനു പിന്നിൽ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പൊ ഇവിടെ അർജുനനാണ് ചോദിക്കുന്നത്. അപ്പൊ ഇത്രയൊക്കെ പറഞ്ഞു വന്നപ്പോൾ അർജുനന് വീണ്ടും സംശയം തോന്നി. നമ്മള് ഇതൊന്നും ചെയ്തില്ല എങ്കിൽ കൂടി, വാർഷ്ണേയ എന്ന് പറഞ്ഞത് വൃഷ്ണി കുലത്തിൽ പിറന്നവനെ, അതായത് കൃഷ്ണനെയാണ് വാർഷ്ണേയൻ എന്ന് പറയുന്നത്. ഏതിനാലാണ് ഒരാൾ തന്നിഷ്ടമില്ലെങ്കിൽ പോലും ബലാത്കാരൻ എന്ന പോലെ പാപം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്? എന്തുകൊണ്ടാണ്? അതെന്തുകൊണ്ടാണ്? നമുക്ക് തന്നിഷ്ടമില്ലാതെ പോലും നമ്മള് പാപം ചെയ്യാണ്ട് പ്രേരിപ്പിക്കുന്നത്? ഇവിടെ അടുത്ത ശ്ലോകത്തിൽ ഭഗവാൻ അതിന്റെ ആൻസർ കൊടുക്കുന്നുണ്ട്. എന്താണ്? അതുകൊണ്ട് ഞാൻ അതിന്റെ ഹിന്റ് തരുന്നില്ല. നമുക്ക് അടുത്ത ശ്ലോകം കൂടി ഉണ്ട് എടുക്കാനായിട്ട്. അപ്പൊ ആ അടുത്ത ശ്ലോകം എടുക്കുമ്പോൾ നമുക്ക് അതിനെപ്പറ്റി വിശദമായിട്ട് പറയാം. പക്ഷെ ഇവിടെ പ്രഭാതരുടെ ഭാവാർത്ഥത്തിൽ പറഞ്ഞിരിക്കുന്നതുകൊണ്ട് ഞാൻ പറയാം. ജീവാത്മാവ് കൃഷ്ണന്റെ ഒരു അംശം എന്ന നിലയിൽ മൗലികമായി ആത്മീയവും ശുദ്ധവും എല്ലാ ഭൗതിക മാലിന്യങ്ങളിൽ നിന്നും മുക്തനാണ്. ആത്മാവ് എന്ന് പറയുന്നത് എന്താണ്? മമേവാംശ ജീവലോകെ ജീവഭൂത സനാതന, ഭഗവാന്റെ ശാശ്വത അംശമാണ്. അതുകൊണ്ട് അതെന്താണ്? ശുദ്ധമാണ് ജീവാത്മാവ്. എല്ലാ ഭൗതിക മാലിന്യങ്ങളിൽ നിന്നും മുക്തവുമാണ്. ആത്മാവിന്റെ കാര്യം പറയുന്നത്. അതുകൊണ്ട് സ്വാഭാവികമായും ഭൗതിക പ്രപഞ്ചത്തിലെ പാപങ്ങൾ അവനെ ബാധിക്കുന്നില്ല. എങ്കിലും പ്രകൃതിയോടുള്ള സമ്പർക്കം മൂലം ജീവസത്തയാ യാതൊരു മടിയുമില്ലാതെ പല പാപങ്ങളും ചെയ്തു പോകുന്നു. അപ്പൊ ഈ ഭൗതിക പ്രകൃതിയുമായിട്ടുള്ള സമ്പർക്കം, ഭൗതിക പ്രകൃതിയുടെ 3 കാര്യങ്ങളുണ്ട്. അത് ഏതൊക്കെയാണ്? ഈ 3 കാര്യങ്ങളോടുള്ള സമ്പർക്കം മൂലമാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്തു പോകുന്നത്. അതെന്താണ്? ഏത് കാര്യങ്ങളാണ് ഭൗതിക പ്രകൃതിയുടെ? സത്വഗുണം, രജോഗുണം, തമോ ഗുണം. ഈ 3 ഗുണങ്ങളോടുള്ള സമ്പർക്കം മൂലമാണ് ജീവസത്ത് യാതൊരു മടിയുമില്ലാതെ ഈ പാപങ്ങളൊക്കെ ചെയ്തു പോകുന്നത്. ചിലപ്പോൾ തന്റെ ആഗ്രഹത്തിന് എതിരായിട്ട് പോലും ജീവാത്മാക്കൾ ഈ വൈരുദ്ധ്യ സ്വഭാവത്തെ ചൂണ്ടിക്കാട്ടുന്ന അർജുനന്റെ ഈ ചോദ്യം ആശാവഹമാണ്. പാപം ചെയ്യാനായിട്ട് ഇച്ഛിക്കില്ലെങ്കിൽ ചിലപ്പോഴൊക്കെ ചെയ്യേണ്ടി വരുന്നു. ഇത് നമുക്ക് എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു ചോദ്യമാണ് അർജുനൻ ചോദിച്ചത്, അല്ലെ? നമ്മൾ ആരെങ്കിലും ഇച്ഛിച്ചിട്ടാണ് പാപങ്ങൾ ചെയ്യുന്നത്? അല്ല. പക്ഷെ നമ്മൾ അറിഞ്ഞുകൊണ്ട് ചിലതും അറിയാതെയും ചിലത് ചെയ്തു പോകുന്നു. ഞാൻ ഇന്ന് രാവിലത്തെ ക്ലാസ്സിൽ, ഞാൻ ഇവിടെ ദോഹയിലെ ക്ലാസ്സിൽ എടുത്തപ്പോൾ ഇതേപോലെ സംഭവങ്ങൾ ഉണ്ടായിരുന്നു. നമ്മൾ ഏകാദശിയൊക്കെ എടുക്കുമ്പോൾ നമ്മൾ അറിയാതെ ഒരുപാട് പാപങ്ങൾ ചെയ്തു പോകുന്നു, അല്ലെ? നാളെ ഇപ്പൊ ഏകാദശിയാണ്. നാളെ എന്ത് ഏകാദശിയാണ്? ഉത്പന്ന ഏകാദശി, അല്ലെ? ഉത്പന്ന ഏകാദശി. അപ്പൊ നമ്മൾ ഈ ഏകാദശി ദിവസങ്ങളിൽ നമ്മൾ ഒരുപാട് വിഭവങ്ങളൊക്കെ പാചകം ചെയ്ത് ഉപയോഗിക്കരുതെന്ന് പറയുന്ന കാര്യം, ഇതൊക്കെ നമ്മൾ വേവിക്കുമ്പോഴൊക്കെ ഒരുപാട് ജീവജാലങ്ങൾ ചത്തുപോകുന്നുണ്ട്, അല്ലെ? വെള്ളം നമ്മൾ അറിയാതെ ആണെങ്കിലും നമ്മൾ ചെയ്യുന്നത് പാപമാണ്, അല്ലെ? അതിന് പെർസെന്റേജ് കുറയും എന്നാണ്. നമ്മൾ ഒരാളെ കുത്തിക്കൊല്ലുന്നതും ഇതേപോലെ വെള്ളം ചൂടാക്കുമ്പോൾ ജീവജാലങ്ങൾ ചത്തുപോകുന്നതും അത് തമ്മിൽ എന്താണ് വേരിയേഷൻസ് ഉണ്ട്. എന്നിരുന്നാലും അറിയാതെ ചെയ്ത പാപങ്ങൾക്കും നമുക്ക് എന്താണ്, നമ്മൾ അതിന്റെ ശിക്ഷ അനുഭവിക്കേണ്ടി വരും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. പ്രത്യേകിച്ച് വ്രതം എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിന്റെ തീവ്രത കൂടുതലാണ്. അതുകൊണ്ടാണ് ഏകാദശിയുടെ തലേദിവസമൊക്കെ നമ്മൾ എല്ലാ മുറ്റടക്കം പെരമുറി അടക്കം എല്ലാം അടിച്ചു വാരി തുടച്ച് ക്ലീൻ ചെയ്ത്, ടോയ്ലറ്റ് അടക്കം എല്ലാം കഴിഞ്ഞ് തുണി പോലും കഴുകരുതെന്നാണ് പറയുന്നത്. തുണി കഴുകുമ്പോൾ നമ്മൾ എന്താണ്, സോപ്പിന്റെ പൗഡറൊക്കെ ഉപയോഗിച്ച് എത്ര ജീവജാലങ്ങൾ ചത്തുപോകും.
നമ്മൾ കണ്ടില്ലെങ്കിലും നമ്മളത് അണുനാശിനിയാണ് ഉപയോഗിക്കുന്നത് അല്ലെ, നമ്മൾ വൃത്തിയായിട്ടിരിക്കാൻ വേണ്ടിയിട്ട്. അണുനാശിനി ഉപയോഗിക്കുമ്പോൾ ഒരുപാട് ജീവജാലങ്ങൾ ചത്തുപോകും. ഫ്ലോർ തുടയ്ക്കാനായിട്ടുള്ളതും വിഷമാണല്ലോ. അത് ഉപയോഗിച്ച് കഴിയുമ്പോൾ കുറെ ജീവജാലങ്ങൾ ചത്തുപോകും. അത് അന്നത്തെ ദിവസം ഈ പാപം നമ്മൾ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം പറയുന്നത്. പിന്നെ നമ്മൾ ഈ ജന്തുജന്യമായിട്ടുള്ള സംഭവങ്ങൾ, അതിപ്പോ നമ്മൾ പാലും ഇതൊക്കെ കുടിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിവതും പാലും തൈരിന്റെ ഉൽപ്പന്നങ്ങളും ഏകാദശിയുടെ ദിവസങ്ങളിലും ഒഴിവാക്കുക. കാര്യം അതിലും ഉണ്ട് ഒരുപാട് രാസമാറ്റമൊക്കെ നടത്താനായിട്ടുള്ള അണുക്കളുണ്ട് അല്ലെ. അതൊക്കെ നമ്മൾ ഉപയോഗിക്കാതെ തിളപ്പിക്കുക, ചൂടാക്കുക, ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അന്നത്തെ ദിവസം അത് ചത്തുപോകും. കഴിവതും നമ്മൾ ഒരു 3 കരിക്ക്, പിന്നെ നമ്മൾ പഴം പുഴുങ്ങാതെയൊക്കെ ഈ ഞാലിപ്പൂവൻ പഴമോ അങ്ങനത്തെ പഴം കഴിക്കുക, അല്ലെങ്കിൽ ആപ്പിളൊക്കെ എടുത്ത് കട്ട് ചെയ്ത് അങ്ങനെയൊക്കെ അന്നത്തെ ദിവസം, എല്ലാ ദിവസവും നമ്മൾ കഴിക്കുന്നതാണല്ലോ അല്ലെ, മാസം മുഴുവൻ കഴിക്കുന്നത്. അപ്പൊ അന്നത്തെ ഒരു ദിവസം സാത്വികമായ ഭക്ഷണങ്ങളൊക്കെ കഴിച്ച് നാമമൊക്കെ ചൊല്ലി ഇരിക്കുക. കഴിവതും വേവിക്കാതിരിക്കാണ്ട് ശ്രമിക്കാതിരിക്കുക. നമ്മൾ വേവിക്കാനും ഒക്കെ, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഇത് വായിച്ചപ്പോഴാണ് അതിൻ്റെ അകത്തൊക്കെ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഓരോന്ന് ചെയ്യുമ്പോൾ, ഓരോ കർമ്മങ്ങൾ ചെയ്യുന്നതിൽ അതിന്റെ കുറേ സംഭവങ്ങൾ നമുക്കിങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുക. നമ്മൾ അറിഞ്ഞോ അറിയാതെ, നമ്മളെപ്പോഴും പറയും നമ്മൾ അറിഞ്ഞോ അറിയാതെ ആരും ഉപദ്രവിച്ചിട്ടില്ല എന്നൊക്കെ പറയും. പക്ഷെ ഇത് മരങ്ങളെയൊക്കെ നമ്മൾ വെറുതെ, ഇപ്പൊ നമ്മൾ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും മുറ്റം വൃത്തിയാക്കണം, എന്തുമാത്രം പുല്ലും അതും ഇതൊക്കെ നമ്മൾ വെട്ടിക്കളയുന്നുണ്ട് അല്ലേ. അതുപോലെ തന്നെ ചില ചീരയൊക്കെ നമ്മൾ എടുക്കുമ്പോഴത്തേന് അത് ചോടോടെ വെട്ടിക്കളയും. പക്ഷെ ഫലവർഗ്ഗങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. അത് തന്നെത്താനെ പൊഴിഞ്ഞു വീഴുന്ന സംഭവങ്ങളാണല്ലോ ഒരു മരത്തിൽ നിന്ന്. അപ്പൊ അതുകൊണ്ട് അതിന് ആ പാവങ്ങൾ അത്രയ്ക്ക് അങ്ങ് ബാധിക്കുന്നില്ല, അതിന്റെ പെർസെന്റേജ് കുറയുവാണ്. അല്ലെങ്കിൽ എന്താണ്, അത് വീണ് ചീഞ്ഞു പോകും. അത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് പ്രകൃതി തന്നിരിക്കുന്ന ഒരു വരദാനമാണ് ഈ ഫലവർഗ്ഗങ്ങൾ. അതുപോലെ തന്നെ ഈ പച്ചക്കറികളൊക്കെ, അതെല്ലാം അടർത്തി എടുത്തില്ലെങ്കിൽ അതെന്താണ്, അത് ചീഞ്ഞ് പ്രകൃതിക്ക് തന്നെ നാശമായിട്ടുള്ള രീതിയിൽ അവിടെ കിടന്ന് ചീഞ്ഞു പോകും. മറ്റു ജീവജാലങ്ങളൊക്കെ വന്ന് അതിന്റെ പുഴുക്കളും അതും ഇതൊക്കെ ആയി മാറും. അപ്പൊ അതുകൊണ്ട് അതൊക്കെ നമ്മൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. പക്ഷെ ഈ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ ഈ ചീരയും ഒക്കെ വെട്ടിയെടുത്ത അതിന്റെ അതങ്ങ് പോയി, ആ ഒരു മരം തന്നെ അങ്ങ് നശിച്ചു പോയി. അപ്പൊ അങ്ങനെ ആണ് നമ്മൾ എന്താണ്, ഭഗവാന് അത് നിവേദിച്ചിട്ട് ആ പാവങ്ങളെ ഭഗവാൻ സ്വീകരിച്ചിട്ട് അത് നമുക്ക് പ്രസാദം, ഭഗവാന്റെ മെർസി അല്ലെങ്കിൽ പ്രസാദമായിട്ട് നമ്മൾ അത് ഉപയോഗിച്ച് കഴിയുമ്പോൾ ആ പാപകർമ്മങ്ങളിൽ നിന്ന് നമ്മൾ മോചിതനാകും. അപ്പൊ നമ്മൾ വെറുതെ ഇരുന്നു കഴിഞ്ഞാലും മനസ്സ് കുറ്റം ചെയ്ത് എന്തെങ്കിലും ചിന്തിച്ചിട്ട് ആവശ്യമില്ലാതെ കാര്യങ്ങൾ ചിന്തിച്ചിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. അതും എന്താണ്, കർമ്മമാണ്. അതുപോലെ തന്നെ വെജിറ്റേറിയൻ മാത്രമേ ഉള്ളൂ കഴിച്ചു എന്ന് പറഞ്ഞിട്ട് അതും കർമ്മമാണ്. ഞാൻ റൂമെല്ലാം ക്ലീൻ ചെയ്തിട്ടുള്ളൂ, ഞാൻ മുറ്റമെല്ലാം അടിച്ചുവാരി വൃത്തിയാക്കി, അവിടെ കണ്ട പുല്ലുമെല്ലാം ഞാൻ പറിച്ചു കളഞ്ഞു, അതും കർമ്മമാണ്. ആ ഒരു പുല്ലാണെങ്കിൽ അതൊരു ജീവാത്മാവാണ്. അതിനെ നമ്മൾ ഉപദ്രവിച്ച് എന്ന് വെച്ചിട്ട് നമ്മൾ മുറ്റെല്ലാം കാട് കയറാൻ അനുവദിക്കുകയാണോ? നമ്മളിപ്പോ പൈസ കൊടുത്തിട്ട് വേറൊരാളാക്കിയാലും നമ്മളാണ് പൈസ കൊടുക്കുന്നത്, നമ്മളാണ് അതിന്റെ കർമ്മം. അയാൾക്കല്ല, അയാൾ കൂലിക്ക് ജോലി ചെയ്യുന്ന ആളാണ്. അയാൾക്ക് ഒരു ചെറിയ പെർസെന്റേജേ കാണുള്ളൂ, നമുക്കായിരിക്കും അതിന്റെ കൂടുതലും കിട്ടുന്നത്. എന്ത് ചെയ്താലും കർമ്മം. അപ്പൊ നമുക്ക് ജീവിക്കാൻ പറ്റുമോ? ഇങ്ങനെ കർമ്മം ചെയ്യാതെ ജീവിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഭഗവാനും ആചാര്യന്മാരിൽ കൂടെ ഭഗവാൻ ഈ ഒരു നിബന്ധന ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മള് എന്താണ്, സർവവും ശ്രീ രാധാകൃഷ്ണാർപ്പണമായിട്ട് ചെയ്യുക എന്നുള്ള ഒരു സംഭവം. കാര്യം നമ്മളുടെ ഈ പ്രതിപ്രവർത്തനങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷ നേടണം. ഈ കർമ്മത്തിന്റെ കെട്ടുപാടിൽ നിന്നും നമുക്ക് മോചിതരാകണം. അപ്പൊ അത് ഭഗവാനെ, അത് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ ഓരോന്നും ഭഗവാനിലേക്ക് സമർപ്പിക്കണം. സമർപ്പിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ അത് ഏറ്റെടുക്കൂല്ലയോ? നമ്മൾ കൊണ്ടുപോയി പാചകം ചെയ്യുന്ന ആഹാരങ്ങൾ നമ്മൾ കൊണ്ടുപോയി ഇങ്ങനെ അങ്ങ് ഇട്ട് കൊടുത്തിട്ട് അങ്ങ് പോവുക. വേണ്ട ഒരു തുളസിയില ഇട്ടിട്ട് നമ്മളിങ്ങ് പോകുന്നു. ആ പ്രഭുജി അങ്ങനെ പറഞ്ഞു, തുളസിയിൽ ഇട്ടാലേ ഭഗവാൻ സ്വീകരിക്കുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ ഭഗവാൻ എവിടെ നോക്കുന്നു? ഭഗവാന്റെ ദൃഷ്ടിയിൽ കൂടെയാണല്ലോ ഭഗവാൻ ഇത് കഴിക്കുന്നത് അല്ലെ. അങ്കാനീയസ്യ സകലേന്ദ്രിയ വൃത്തിമന്തി പശ്യന്തി പാന്തി എന്ന് പറഞ്ഞ് നമ്മൾ ബ്രഹ്മസ്മിഹതയിൽ നമ്മളിത് പറയുന്നുണ്ടല്ലോ അല്ലെ. ഏത് അംഗങ്ങൾ കൊണ്ടും ഭഗവാന് മറ്റൊരു അംഗങ്ങളുടെ പ്രവൃത്തി ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ അങ്ങനെ ഭഗവാൻ അത് സ്വീകരിക്കില്ല. കാര്യം ഭഗവാൻ എന്താണ്, ഭാവഗ്രാഹി ജനാർദ്ദനാണ്. ഭഗവാന് നമ്മളുടെ ആ പ്രൗഢിയോ, അതുപോലെ നമ്മൾ സ്വർണ്ണപാത്രത്തിലാണോ വെള്ളിക്കരണ്ടിയിലാണോ വെച്ചത്, ഇതല്ല നോക്കുന്നത്. നമ്മൾ ഭഗവാൻ എന്താണ്, അതിന്റെ ഭാവം മാത്രമാണ് പൂജിക്കുന്നത്. ഭാവഗ്രാഹി ജനാർദ്ദനൻ. ഞാൻ ഇന്ന വീട്ടിലെ ഇന്ന ആളുടെ മകളാണ്, ഞാന് 3-4 നേരം ചപ്പൻ ഭോഗ് കൊടുത്തു. ഭഗവാൻ ആ ചപ്പൻ ഭോഗാണോ കാണുന്നത്, വിഭവങ്ങളാണോ കാണുന്നത്? ഭഗവാൻ എന്തിന്റെ ആവശ്യമുണ്ട്? ഇത് മുഴുവൻ ഭഗവാന്റെ ആണല്ലേ. ഭഗവാൻ ഏത് മസാല ഇട്ടാ കൂട്ടുന്നത്? നിങ്ങൾ ഈ ഗരം മസാലയൊക്കെ ഇട്ട് എല്ലാം കൂടെ കൂട്ടി ഇളക്കി കൊടുത്ത ആ മസാലയാണോ
ഭഗവാന് സ്നേഹത്തിന്റെയും പ്രേമത്തിന്റെയും മസാല ഇട്ട് ഭാവം കൂടെ കൂടി ഇട്ട് ചാലിച്ച് നിങ്ങൾ കറി ഉണ്ടാക്കി വേവിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഭഗവാൻ അത് ആസ്വദിച്ച് കഴിക്കും. അല്ലാത്തതൊക്കെ തുളസിയില ഇട്ടെങ്കിൽ പോലും ഭഗവാൻ സ്വീകരിക്കില്ല. പിന്നെ തുളസി മഹാറാണിന്റെ കൃപ നമുക്ക് കിട്ടട്ടെ എന്നുള്ള ആ കർമ്മം, അത് സേവാ മനോഭാവത്തിൽ വരുന്ന ഒരു പോയിന്റ് ആണത്. നമ്മൾ തുളസിയൊക്കെ ഇട്ടിട്ട് നമ്മളങ്ങ് വെക്കും. പക്ഷെ നമുക്ക് എത്ര ഭാവമുണ്ട്. നമ്മളത് വെച്ച് കഴിഞ്ഞപ്പോൾ എന്താണ്, നമ്മൾ ആരെ, ഞാനിങ്ങനെ കറിക്ക് ഇങ്ങനെ അരിഞ്ഞുകൊണ്ടിരിക്കുക, ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവനും ഓഫീസില് ഈ ഒരു കാര്യത്തിന് എന്ത് പ്രശ്നങ്ങൾക്ക് എന്ത് പ്രതിസന്ധി ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഇവൻ എന്നോട് അങ്ങനെ പറഞ്ഞു, ഞാൻ അവനെ എങ്ങനെ അവന് തിരിച്ചൊരു പണി കൊടുക്കണം, ഇതൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മൾ കറിക്കൊക്കെ അരിഞ്ഞ് ഇട്ടു. അതെല്ലാം ഇളക്കി എടുത്തുകൊണ്ട് ഓഫർ ചെയ്ത് കഴിഞ്ഞാൽ എവിടെ ഭഗവാൻ സ്വീകരിക്കുന്നു? രാധാറാണി വേണ്ട റെക്കമെൻഡ് ചെയ്യാൻ ഭഗവാനോട് സ്വീകരിക്കാനായിട്ട്. ആ ഒരു ഭാവം അവിടെ എത്തിയില്ല എങ്കിൽ എന്താണ്, സ്വീകരിക്കില്ല എന്നല്ല, പക്ഷെ അതില് എന്താണ്, ആ പ്രസാദം എന്ന് പറഞ്ഞാൽ മെർസി, ഭഗവാന്റെ മെർസിയാണ് അല്ലെ പ്രസാദം എന്ന് പറയുന്ന സാധനം. ഭഗവാന്റെ മെർസി അല്ലെങ്കിൽ ദയ അല്ലെങ്കിൽ കൃപയാണ്. അത് കിട്ടുക എന്ന് പറഞ്ഞാൽ അത് അത് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ദ്രിയങ്ങൾക്കും മനസ്സിനും ശരീരത്തിനും എല്ലാം ഒരുപോലെ അത് അനുഭവവേദ്യമാകണം എന്നുണ്ടെങ്കിൽ ഇത് ഉണ്ടാക്കുന്ന ആളുടെ പരിശുദ്ധി, ഈ ഉണ്ടാക്കുന്ന ആള് എന്താണ്, സത്വഗുണത്തിൽ മിനിമം സത്വഗുണത്തിലുള്ള ആളായിരിക്കണം. പിന്നെ അയാൾ ഈ നോൺ വെജും അതും ഇതൊക്കെ കഴിച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നതെങ്കിൽ എന്ത് കാര്യം? പിന്നെ അടുത്തത്, അയാൾ ഉണ്ടാക്കുന്ന സമയത്ത് എന്താണ്, എന്ത് ഭാവത്തിലാണ് ഇത് ഉണ്ടാക്കുന്നത്? ഇത് ഭഗവാന് ഭോഗം കൊടുക്കുന്നതാണോ അതോ നമുക്ക് കഴിക്കണം എന്നുള്ള ഭാവത്തിലാണോ? അല്ലെങ്കിൽ ഇതിന് മണമെല്ലാം ആസ്വദിച്ചിട്ട് അങ്ങനെയാണ്, അല്ലെങ്കിൽ ടേസ്റ്റ് ഒക്കെ എടുത്ത് ഇടയ്ക്കൊന്ന് നോക്കിയിട്ട് ഉപ്പൊക്കെ നോക്കിയിട്ടാണോ? അങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ആ പ്രസാദം അല്ലെങ്കിൽ നൈവേദ്യമായി പോകുന്നില്ല അത്. അപ്പൊ അത് നമ്മളുടെ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്ത് നമുക്ക് വേണ്ടിയിട്ട്, നമ്മളുടെ ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടിയിട്ട് പാകം ചെയ്ത വെറും ഒരു ഭോഗം പോലും അല്ലത്, വെറും ഒരു ഭക്ഷണമായി മാറും. ഭഗവാന് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന സാധനങ്ങളുടെ ഭോഗം അത് നിവേദിച്ചു കഴിയുമ്പോൾ അതിനെ നൈവേദ്യമായി മാറുന്നു. ഭഗവാനിൽ അർപ്പിച്ചു കഴിഞ്ഞപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതിന് ഭോഗമാകുന്നു, അതെടുത്ത് നിവേദിച്ച് നിവേദ്യമാകുന്നു. ഭഗവാൻ അത് സ്വീകരിച്ചു കഴിയുമ്പോൾ അത് പ്രസാദവുമായി മാറും. അല്ലെ? പ്രസാദം എന്ന് പറഞ്ഞാൽ എന്താണ്? ഭഗവത് പ്രസാദം അതിലേക്ക് വരുന്നു അല്ലെ? ഭഗവാന്റെ കൃപ അല്ലെങ്കിൽ ഭഗവാന്റെ ദയ അതിലേക്ക് വരുന്നു. അപ്പോഴാണ് അത് പ്രസാദമാകുന്നത്. അപ്പം അങ്ങനെ ആകുമ്പോൾ അപ്പൊ നമ്മൾ ഏത് രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ കർമ്മത്തിൽ നിന്ന് നമുക്ക് രക്ഷ നേടാൻ പറ്റുന്നില്ല. നമ്മൾ പ്രസാദം ഓഫർ ചെയ്യാണ്ട് എല്ലാവരും പറയുന്നു. ഓഫർ ചെയ്യാനായിട്ടും അതിന് നിബന്ധനകൾ പാലിക്കാൻ നമുക്ക് പറ്റുന്നില്ല. അപ്പൊ പിന്നെ എന്തിനാ ഓഫർ ചെയ്യുന്നത്? ഈ കർമ്മം എന്താണ് പഠിപ്പിക്കുന്നത്? സേവ നമ്മൾ ചെയ്തിട്ട് ഭഗവാൻ നമ്മളിൽ എങ്ങനെയും കൃപയുണ്ടാക്കി നമ്മളെ പിടിച്ച് ഭക്തിയിലേക്ക് കൊണ്ടിടാൻ വേണ്ടിയിട്ട് ആചാര്യന്മാർ നിഷ്കർഷിച്ചിരിക്കുന്നതാണ് ഈ പറയുന്ന കർമ്മകാണ്ഡയിൽ പറഞ്ഞിരിക്കുന്ന, കർമ്മയോഗത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. അങ്ങനെയെങ്കിലും ഭഗവാൻ നമ്മളിൽ പ്രസന്നനാകട്ടെ എന്ന് വിചാരിച്ചു. പക്ഷെ നമ്മൾ അതിലൊന്നും അത്ര തത്പരരല്ല. എങ്ങനെയെങ്കിലുമൊക്കെ അങ്ങ് മുന്നോട്ട് പോകാം, ഇത് ഇത്രയൊക്കെ മതിയില്ലേ, നമുക്ക് ഇത്രയും പ്രായമൊക്കെ ആയി, കുറച്ച് നാമമൊക്കെ ജപിച്ച് നമുക്ക് ഇങ്ങനെ പോവാം. നമ്മൾ ആരും സീരിയസ് ആകാനായിട്ട് നോക്കുന്നില്ല. കാര്യം അതില് കൂടുതൽ പോകേണ്ട ആവശ്യമുണ്ടോ? കാര്യം കൂടുതൽ പോയി കഴിഞ്ഞാൽ കൂടുതൽ കർമ്മം നമുക്ക് കിട്ടില്ലേ? അത് ഉണ്ടാകും. നമ്മള് ഒരു ഗുരുവിനെ സ്വീകരിച്ചു കഴിഞ്ഞ് പിന്നെ നമ്മൾ അപരാധം ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഇതിനിപ്പോൾ സാധാരണ രീതിയിൽ ആൾക്കാർ ചെയ്യുന്നതിനേക്കാളും 10 മടങ്ങായിരിക്കും നമുക്ക് തിരിച്ചു കിട്ടാൻ പോകുന്നത് അല്ലെ? നമ്മളുടെ പാപകർമ്മങ്ങളെല്ലാം സ്വീകരിച്ചിട്ട് നമ്മളെ ശിഷ്യനാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് ഇരട്ടിയായിരിക്കും നമുക്ക് തിരിച്ചു കിട്ടാൻ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ സേവാമാർഗം തന്നെ ചെയ്യുക. സേവയോർമുഖ ഭാവത്തിൽ കൂടെ ഭഗവാനെ സേവ ചെയ്ത് നമ്മൾ മുന്നോട്ട് പോവുക. ആ സമയത്ത് ഭഗവാൻ എപ്പോഴെങ്കിലും കൃപ ചൊരിഞ്ഞ് നമ്മളിൽ ഭക്തി തന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു. ഭക്തി ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഭഗവാൻ പതുക്കെ ജ്ഞാനം തരും. അപ്പൊ ഭഗവാൻ ജ്ഞാനം ആദ്യം തന്നെ ജ്ഞാനം തന്നു കഴിഞ്ഞാൽ അത് ഭയങ്കര അപകടമാണ്. എനിക്കിപ്പോ 1-2 പേരുടെ അനുഭവങ്ങൾ ഉണ്ടായി. അപ്പൊ അതുകൊണ്ട് ഞാൻ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിലും പറഞ്ഞതാണ്. ഞാൻ ആരുണ്ടായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ? രാധിക മാതാജി ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു അല്ലെ? ഞാൻ ഭാഗവതം ക്ലാസ് കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ ക്ലാസ്സിലല്ല, ഭാഗവതത്തില്. അതായത് ഭഗവാൻ ഇങ്ങനെ ജ്ഞാനം ചിലർക്ക് വാരിക്കോരി കൊടുക്കും. അതായത് നമുക്കിപ്പോ ദൃഷ്ടാന്തത്തിൽ ഞങ്ങളുടെ മുൻപിൽ ഇവിടെ ഒരു പ്രഭു ഉണ്ട്.
അത് എന്നെക്കാളൊക്കെ താമസിച്ച് വന്നതാണ് കൃഷ്ണാബോധത്തില്. പക്ഷെ അദ്ദേഹം ഇപ്പം ഭഗവത്ഗീത പലതവണ കഴിഞ്ഞു, ഭാഗവതം 18,000 ശ്ലോകമൊക്കെ വായിച്ചു കഴിഞ്ഞ് ചൈതന്യ ചരിതാമൃതം 3 ലീലകളും, ആദ്യലീല, മധ്യലീല, അന്ത്യലീല എല്ലാം കഴിഞ്ഞു. പിന്നെ ഉപദേശാമൃതം, അതുപോലെ തന്നെ ഭക്തിരസാമൃത സിന്ധു, ചൈതന്യ ഭാഗവതം, അങ്ങനെയൊക്കെയുള്ള എല്ലാ ഗ്രന്ഥങ്ങളും കഴിഞ്ഞു. എങ്ങനെ ഇദ്ദേഹത്തിന് സമയം കിട്ടുന്നു എന്ന് എനിക്കറിയില്ല. ജോലി, പക്ഷെ അദ്ദേഹത്തിന് 3 മണി വരെയൊക്കെ ജോലിയൊക്കെ ഉള്ളൂ. അദ്ദേഹം നല്ല കമ്പനിയിലൊക്കെയാണ്, നല്ല നിലയിലാണ്. നമ്മുടെ നാട്ടിലേക്ക് എനിക്ക് തോന്നുന്ന ഒരു 10-12 ലക്ഷം രൂപയോളൊക്കെ ശമ്പളം കിട്ടുന്ന ആളാണ്. ഇത്രയും വലിയ പൊസിഷനിൽ ഇരിക്കുന്ന ആളാണ്. പക്ഷെ ഈ ജ്ഞാനം എന്തായാലും, അപ്പൊ ഞാൻ അന്ന് ഇവിടെ ഞാൻ കാണുന്ന സമയത്ത് അദ്ദേഹം ഇങ്ങനെ വരിക പോകുക, വല്ലപ്പോഴും വരിക പോകുക അങ്ങനെയൊക്കെ ഒരു അവസ്ഥയിലായിരുന്നു. അതിനുശേഷം അദ്ദേഹത്തിന്റെ ജീവിതത്തിലൊരു അതായത് മാതാജിയും മക്കളും ഒന്നും കൃഷ്ണാബോധത്തിലില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരു വലിയ സംഭവം ഉണ്ടായി. ഒരു കുട്ടിക്കൊരു ആക്സിഡന്റ് ഒക്കെ സംഭവിച്ചു, കോമായിലിരിക്കുകയായിരുന്നു. അപ്പൊ എല്ലാവരും ഒക്കെ പ്രാർത്ഥിച്ച് അദ്ദേഹത്തിന് ആ ഒരു ജീവൻ തിരിച്ചു കിട്ടി. അങ്ങനെ ദിവസങ്ങളോട് നീണ്ട പ്രാർത്ഥനയായിരുന്നു. മസ്തിഷ്ക മരണം വരെ സംഭവിച്ചതാണ്, പക്ഷെ ജീവനൊക്കെ തിരിച്ചു കിട്ടി. അങ്ങനെ ഇദ്ദേഹം പൂർണ്ണമായിട്ട് കൃഷ്ണാബോധത്തിലേക്ക് വന്നു. മാതാജിയും വന്നു, കുട്ടികളും എല്ലാവരും വന്നു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഭഗവാൻ ഇദ്ദേഹത്തിന് ജ്ഞാനം കൂടുതൽ കൊടുത്തു. ജ്ഞാനം കൂടുതൽ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കിന് എന്താണ് സംഭവിച്ചത്? ആ ഭക്തി ശരിക്കും ആയോ ഇല്ലയോ എന്ന് എനിക്ക് അറിയില്ല. അത് ഉണ്ടായിരിക്കാം, നമുക്കറിയത്തില്ല. മറ്റൊരാളുടെ കാര്യമായിരുന്നു, നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷെ ജ്ഞാനം എന്ന് പറഞ്ഞാൽ ഓവർ ജ്ഞാനം, നമുക്ക് ഉദ്ദേശിക്കാൻ പറ്റുന്നതല്ല. അദ്ദേഹത്തിന്റെ ഒരു ക്ലാസ് ഒക്കെ കേട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കോരി തരിച്ചിരുന്ന് പോകും. ഇന്ന് രാവിലെ ഞാൻ അദ്ദേഹത്തിന്റെ ഭാഗവതം ക്ലാസ് കേട്ടു. ഭയങ്കര ക്ലാസ് ആണ്, നമുക്കൊന്നും ഊഹിക്കാൻ പോലും പറ്റുന്നില്ല. എനിക്ക് തോന്നുന്നില്ല ഈ ദോഹയിൽ ഒരാൾക്ക് അങ്ങനെ ഒരു ക്ലാസ് എടുക്കാൻ പറ്റുമെന്ന്. ഇത്രയ്ക്ക് ഭയങ്കര ക്ലാസ് ആണ് എടുത്തത്. എന്തൊക്കെ വിവരങ്ങളാണ് നമ്മൾ കേൾക്കാത്തതല്ല, ആധികാരികമായിട്ട് ശാസ്ത്രി ഇന്ന സ്ഥലത്ത് പറഞ്ഞതാണെന്ന് പറഞ്ഞാണ് എടുക്കുന്നത്, അല്ലാതെ ഒന്നും സ്വന്തം വായിന്ന് വരുന്നതല്ല. അപ്പൊ അങ്ങനെ അത്രയ്ക്ക് ഇതായിട്ടൊക്കെ എടുക്കുന്നുണ്ട്. പക്ഷെ അദ്ദേഹം പേഴ്സണലായിട്ട് എന്നോട് കുറെ കാര്യങ്ങൾ ഷെയർ ചെയ്യുകയും അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ക്രോധം, അതുപോലെ തന്നെ അഹങ്കാരം, അങ്ങനെയൊക്കെയുള്ള ഒരു ബൈ പ്രോഡക്ട്സുകൾ എല്ലാം കൂടെ ഇങ്ങനെ കിട്ടി. പിന്നെ എന്താണ് അധികാരം, ഇങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങൾ വന്നു ചേരുകയാണ്, ഈഗോ. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും പറയുന്നത്, ഭഗവാൻ ഈ ഓർഡറിൽ തന്നെ ഭഗവത്ഗീത തന്നെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അല്ലെ. 6 കാണ്ഡം കർമ്മം, അത് കഴിഞ്ഞിട്ട് 6 ഭക്തി, അത് കഴിഞ്ഞിട്ട് 6 ജ്ഞാനം. അവസാനം ജ്ഞാനം ഭക്തി കിട്ടിക്കഴിഞ്ഞ് ജ്ഞാനം കിട്ടുന്നതാണ് നല്ലത്. അതിന് മുൻപേ ജ്ഞാനം കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, കർമ്മം കഴിഞ്ഞിട്ട് ജ്ഞാനമാണ് കിട്ടുന്നതെങ്കിൽ, ലാസ്റ്റ് ഭക്തിയാണെന്നുണ്ടെങ്കിൽ ഭക്തി കിട്ടാനായിട്ട് പോകുന്നില്ല. കാര്യം നമുക്ക് പല ഇവരുടെയൊക്കെ കാര്യങ്ങൾ അറിയാം, പുരാണത്തിലുള്ള പല കഥാപാത്രങ്ങളും അല്ലെ. അഹങ്കാരം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമുക്കറിയാം. ഭഗവാൻ പല ഉദാഹരണത്തിലൂടെ നമ്മളോട് വ്യക്തമാക്കിയിട്ടുണ്ട്. പാർഷദന്മാർക്കൊക്കെ അഹങ്കാരം വരുന്നത്. നാരദ മുനിക്ക് വന്നിട്ടുണ്ട്, ഗരുഡന് വന്നിട്ടുണ്ട്, അനന്തന് വന്നിട്ടുണ്ട്, പിന്നെ എന്താണ് അർജുനന് പലതവണ വന്നു, അതുപോലെ തന്നെ ഹനുമാന് വന്നിട്ടുണ്ട്. ഇതൊക്കെ അവർക്ക് ശരിക്കും അങ്ങനെയുള്ള വ്യക്തികളായിട്ടല്ല ഭഗവാൻ നമുക്ക് കാണിച്ചു തരുന്നതാണ്. സത്യഭാമയ്ക്ക് വന്നു അഹങ്കാരം. ഇതൊക്കെ വന്നപ്പോൾ ഭഗവാൻ അത് പരിഹരിച്ചു കൊടുത്ത് നമുക്ക് മനസ്സിലാക്കി തരുകയായിരുന്നു ചെയ്തത്. അല്ലാതെ അവർക്ക് ശരിക്കും അഹങ്കാരമുള്ള വ്യക്തികളായിട്ടല്ല. അവർ പാർഷദന്മാരാണ്. ഭഗവാൻ ഇച്ഛിക്കുന്ന പോലെയാണ് അവരൊക്കെ ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് നമ്മള് എന്താണ്, ഈ ജ്ഞാനം കിട്ടിക്കഴിയുമ്പോൾ നമ്മളുടെ ബൈ പ്രോഡക്ട്സ് ആയിട്ട് കുറെ സംഭവം ഇങ്ങോട്ട് വരും. ക്രോധം വരും, അതുപോലെ തന്നെ എന്താണ് അധികാരം, അങ്ങനെ ഒരു ഇത്. അതായത് ഞാൻ ഇതെല്ലാം ആർജിച്ച ഒരു വ്യക്തിയാണ്, എന്റെ ജ്ഞാനസമ്പാദനം വലിയൊരു ലെവലാണെന്നുള്ളത് വരും. അതുപോലെ തന്നെ അങ്ങനെ കുറെ സംഭവങ്ങൾ ഇതിന്റെ കൂടെ വന്നു കഴിയുമ്പോഴത്തേക്കിനും നമുക്ക് ആ ഭക്തി എന്ന് പറഞ്ഞ ആ ഒരു ലെവൽ കിട്ടുന്നില്ല. അതുപോലെ ചിലരുണ്ടല്ലോ, യോഗികളൊക്കെ ജന്മജന്മാന്തരങ്ങൾ ലക്ഷക്കണക്കിന് വർഷം ഈ ഭഗവാനെ മെഡിറ്റേറ്റ് ചെയ്ത് യോഗ ചെയ്ത് കഴിഞ്ഞാലും ഭഗവാൻ അവർക്ക് ഭക്തി കൊടുക്കില്ല. കാര്യം അവർക്ക് ഭയങ്കര നോളേജ് ഉണ്ട്. അവർ ഏത് ശാസ്ത്രവും വേദവും ഒക്കെ അവർ വേണേൽ കാണാതെ പറയുമായിരിക്കും. കാര്യം വർഷങ്ങളായിട്ട് മെഡിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, അവർക്ക് നിഷ്പ്രയാസം മനസ്സിലാക്കാനുള്ള ഗ്രാഹ്യമുണ്ട്. പക്ഷെ ഭക്തി എന്ന് പറയുന്ന സംഭവം, കുറൂരമ്മ എത്ര PhD എടുത്തിട്ടുണ്ട്, യശോദമായി എത്ര PhD എടുത്തിട്ടുണ്ട്, അവരാരും അതും എടുത്തില്ല. ഗോപികമാരോ സ്കൂളിൽ പോയിട്ടുണ്ടോ? ഇല്ല. പക്ഷെ അവർക്കൊക്കെ ഭഗവാൻ ഭക്തി തന്നെ കൊടുത്തു. ആ ഭക്തി കൊടുത്തപ്പോൾ ആ ഭക്തിയിൽ കൂടെ അവര് ആ പരമമായ ഉന്നതമായ തലത്തിലെത്തി ഈ ഭഗവാനെ മനസ്സിലാക്കി.
ഈ ജ്ഞാനം അതിന് ഭക്തിക്ക് മുൻപേ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അപകടമാണ്. ആ അപകടത്തിന്റെ ആ ഒരു എക്സാമ്പിൾ ആണ് എനിക്ക് ഫിസിക്കലി എനിക്ക് ഫേസ് ചെയ്ത ഒരു പ്രശ്നമാണ് ഞാൻ പറഞ്ഞത്. കാര്യം അത് കൂടുതലായി കഴിയുമ്പോഴത്തേനും അധികമായാൽ അമൃതം വിഷമാണെന്ന് പറഞ്ഞാല് ആ ഭക്തി കൈവിട്ട് പോകുന്നു എന്ന് എനിക്കൊരു തോന്നലുണ്ടായി. അല്ലെങ്കിൽ ഒരിക്കലും ഒരു വൈഷ്ണവൻ മറ്റൊരാളോട് മോശമായിട്ടുള്ള രീതിയിൽ പെരുമാറത്തില്ല. എത്ര വിനയമായിട്ട് ലാളിത്യമായിട്ടായിരിക്കും പെരുമാറേണ്ടത്, അല്ലെ? അപ്പൊ അതുകൊണ്ട് അത് നഷ്ടപ്പെടുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ജ്ഞാനം കൂടുമ്പോഴത്തെ അതിന്റെ കൂടെ ഒരു അഹങ്കാരം എന്ന് പറഞ്ഞൊരു സംഭവം കൂടെ അതിന്റെ കൂടെ എത്തിച്ചേരുന്നു. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും ആ ഒരു സംഭവം നമ്മളുടെ 7 അയലക്കത്ത് വരാനായിട്ട് നമ്മൾ ആരും അനുവദിക്കരുത്. അപ്പൊ അതുകൊണ്ട് ഭഗവാനോട് ഞാൻ സേവയൊക്കെ ചെയ്യാം, എനിക്ക് ഈ ദയവായിട്ട് അങ്ങ് എന്ത് തരണം, ദയവായിട്ട് അങ്ങ് എനിക്ക് ഭക്തി തരണം. എനിക്ക് അധികം ജ്ഞാനം ഒന്നും സമ്പാദിച്ചാലും കുഴപ്പമില്ല, എനിക്ക് എന്റെ തലയിൽ ഉൾക്കൊള്ളാവുന്ന കാര്യങ്ങളൊക്കെ നിന്നെപ്പറ്റി മനസ്സിലാക്കി തരിക. നിന്നെപ്പറ്റി കൂടുതൽ അറിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നിന്നെ കൂടുതൽ സ്നേഹിക്കാനായിട്ട് സാധിക്കുമല്ലോ. അതിനുള്ള ജ്ഞാനം മാത്രം തരിക. നിന്നെ സ്മരിക്കാനും നീ എന്റെ മനസ്സിൽ നിന്ന് കൈവിട്ടു പോകാതിരിക്കാനുമുള്ള ജ്ഞാനം എനിക്ക് തരിക. അതിനുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ എനിക്ക് നിന്നെ കൂടുതൽ ഉറപ്പിക്കാൻ പറ്റുമല്ലോ, കൂടുതൽ സ്നേഹിക്കാൻ പറ്റുമല്ലോ എന്നുള്ള മനോഭാവത്തോടു കൂടി ഭഗവാന്റെ അടുക്കൽ ഭക്തിയുത സേവനം ചെയ്യുന്നതായിരിക്കും നല്ലത്. അടുത്തത് 37ാമത്തെ ശ്ലോകം. ശ്രീ ഭഗവാനുവാച കാമയേഷ ക്രോധയേഷ രജോ ഗുണ സമുദ്ഭവ മഹാശനോ മഹാപാപ്മാ വിദ്യേനഹമിക വൈരിണം. ശ്രീ ഭഗവാനുവാച കാമയേഷ ക്രോധയേഷ രജോ ഗുണ സമുദ്ഭവ മഹാശനോ മഹാപാപ്മാ വിദ്യേനമിക വൈരിണം. ശ്രീ ഭഗവാനുവാച കാമയേഷ ക്രോധയേഷ രജോ ഗുണ സമുദ്ഭവ മഹാശനോ മഹാപാപ്മാ വിദ്യേനമിക വൈരിണം. ഹരേ കൃഷ്ണ. ശ്ലോകം വായിക്കേണ്ടത് ഇനി ശാന്തകുമാരി മാതാജി. പ്രഭു, ഇവിടെ ഭയങ്കര മഴയും ഇടിയും മഴയാ. പുസ്തകം എടുക്കാതെ ഞാൻ ക്ലാസ്സിന് ഇപ്പൊ കയറിയതാ. കുഴപ്പമില്ല മാതാജി. ഹരേ കൃഷ്ണ. അങ്ങനെയാണെങ്കിൽ ആ സാംസങ് SM-A1 എന്ന് പറഞ്ഞ ഒരാൾ ഇരിപ്പുണ്ട്. ആരാന്നറിയില്ല. ഇത് AI വല്ലതും ആണോ അതോ ഏതെങ്കിലും വ്യക്തികളാണോ അതോ ഉത്തമ ഭക്തി ആണോ എന്നൊന്നും അറിയില്ല. ആരോ ഒരാളുണ്ട്. എന്നാൽ നമുക്ക് ജ്ഞാനാംബിക മാതാജി. ഉത്തമ ഭക്തിയാണ് പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പേരില്ലാതെ ഇരിക്കുകയല്ലേ ഇരുട്ടത്ത് മഴയും ഇതൊക്കെ ആയിട്ട്. ഇനി എങ്ങനെ മനസ്സിലാകും? പേര് വരാത്തത് എന്തെന്ന് മനസ്സിലാവണില്ല. അതല്ല, ആ പേര് വരാത്ത മാതാജി പുതിയ മൊബൈല് വാങ്ങിക്കുമ്പം മാതാജി അതിന്റെ പ്രൊഫൈലിൽ കയറി റീനെയിം ചെയ്യണം പേര്, കേട്ടാ. ആരെങ്കിലും പറഞ്ഞാൽ മതി. അതിന്റെ പ്രൊഫൈലിൽ പോയിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്യണം. അങ്ങനെ ആണെങ്കിൽ മാത്രമേ സ്ഥിരമായിട്ട് നമ്മുടെ പേര് ഇതിൽ വരുള്ളൂ. ഓക്കെ. ഭഗവത്ഗീത കയ്യിലുണ്ടോ മാതാജിന്റെ? ഭഗവത്ഗീത കയ്യിലുണ്ടോ? ശ്ലോകം വായിക്കാനുണ്ട്. എന്നോടാണോ? അതെ. ഉണ്ട്. അതിന് എടുക്കണമെങ്കിൽ സമയം എടുക്കും. അത് തുറന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ ശ്ലോകം വായിച്ചോളൂ. 37ാമത്തെ 3ാമത്തെ അധ്യായം. തുറന്നു വെച്ചിട്ടുണ്ട് എന്റെ കൃഷ്ണ. ഏത് ശ്ലോക? 37 3ാമത്തെ അധ്യായത്തില്. ശ്രീ ഭഗവാനുവാച കാമ ഏഷ ക്രോധ ഏഷ രജോ ഗുണ സമുദ്ഭവഃ മഹാശനോ മഹാപാപ്നോ പാപ്മാ വിദ്യേനമിഹ വൈരിണം. ഹരേ കൃഷ്ണ. മല്ലിക മാതാജി. ഹരേ കൃഷ്ണ. കുഴപ്പമില്ല മാതാജി. ഹരേ കൃഷ്ണ. അതാണ് പറഞ്ഞ മാതാജി, ഭക്തി കിട്ടണമെങ്കിൽ ഈ സ്കൂളിൽ പോകണം. ഞാനിപ്പോ പറഞ്ഞത്. ഹരേ കൃഷ്ണ. മല്ലിക മാതാജി. ഇല്ല, ഭക്തിക്ക് അതിനൊന്നും വേണ്ട മാതാജി. ഇപ്പൊ ഗോപികമാരുടെ ആ ഒരു ഭാവത്തിൽ നിന്നാ മതി. മല്ലിക മാതാജി. യശോദാമായി എത്ര സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്, ഡിഗ്രി എടുത്തിട്ടുണ്ട്. അതാരും കുഴപ്പമില്ല. ഞാൻ ക്ഷമിച്ചിരിക്കുന്നു, ഭഗവാൻ ക്ഷമിച്ചിരിക്കുന്നു. ഹരേ കൃഷ്ണ.
വലിയ മാതാജി വായിക്കൂ. ശ്രീ ഭഗവാനുവാച കാമയേശ ക്രോധയേശ രജോ ഗുണസമുദ്ഭവ മഹാതനോ മഹാപാത്മ വിദ്യേന മിഹ വൈരിണം. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. അതിന്റെ സബിത മാതാജി അതിന്റെ പ്രധാന പദ തർജ്ജമ. ഹരേ കൃഷ്ണ. ശ്രീ ഭഗവാനുവാച, ശ്രീ ഭഗവാൻ പറഞ്ഞു, ഏഷ ഇത് രജോ ഗുണ സമുദ്ഭവ, രജോ ഗുണത്തിൽ നിന്ന് ഉത്ഭവിച്ചതും മഹാശന സർവഭക്ഷകനും മഹാപാപമുള്ളതുമായ കാമമാണ്. ഏഷ ഇത് ക്രോധമാണ്. ഏനം ഇതിനെ, ഇഹ ഇവിടെ, വൈരിണം വിദ്ധി വൈരി എന്ന് അറിയുക. വിവർത്തനം വായിക്കട്ടെ പ്രഭു. ശ്രീ ഭഗവാൻ പറഞ്ഞു, അല്ലയോ അർജുന, രജോ ഗുണവുമായുള്ള സമ്പർക്കത്തിൽ നിന്നുണ്ടായതും പിന്നീട് ക്രോധമായി തീരുന്നതുമായ കാമമാണ് ഇങ്ങനെ പ്രേരിപ്പിക്കുന്നത്. എല്ലാം നശിപ്പിക്കുന്ന ഈ മഹാപാപമാണ് ഇഹലോകത്തിലെ ശത്രു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അതിന്റെ ഭാവാർത്ഥം രാധിക മാതാജി. ഹരേ കൃഷ്ണ. ഭാവാർത്ഥം ബൈ ശ്രീല പ്രഭുപാദ. ശ്രീല പ്രഭുപാദ് കി ജയ്. ഒരു ജീവസത്ത ഭൗതിക സൃഷ്ടിയുമായി ബന്ധപ്പെടുമ്പോൾ രജോ ഗുണവുമായുള്ള സമ്പർക്കത്തിന്റെ ഫലമായി അവന്റെ ശാശ്വതമായ കൃഷ്ണപ്രേമം കാമമായി പരിണമിക്കുന്നു. പാല് പുളിരസത്തിന്റെ സമ്പർക്കത്താൽ തൈരായി മാറുന്നത് പോലെ കൃഷ്ണപ്രേമം കാമമായി മാറുന്നു. പൂർത്തീകരിക്കാത്ത കാമം ക്രോധമായും ക്രോധം മിഥ്യയായും മാറുന്നു. ഈ മായയാൽ ഭൗതിക സൃഷ്ടി നിലനിൽക്കുന്നു. കാമമാണ് ശുദ്ധ ജീവാത്മാക്കളെ ഭൗതിക ലോകത്തിൽ ബന്ധനസ്ഥനാക്കുന്നത്. ഇതുതന്നെയാണ് ജീവാത്മാവിന്റെ ഏറ്റവും വലിയ ശത്രുവും. ഗുണത്രയം ചിലപ്പോൾ ക്രോധമായും സദൃശങ്ങളായ മറ്റു ചില വികാരങ്ങളായും പ്രത്യക്ഷപ്പെടാം. തമോ ഗുണത്തിന്റെ വേറൊരു രൂപമാണ് ക്രോധം. തന്മൂലം രജോ ഗുണത്തിൽ നിന്ന് തമോ ഗുണത്തിലേക്ക് പതിക്കുന്നതിന് പകരം നാം നിർദ്ദിഷ്ട കർമാനുഷ്ഠാനങ്ങളിലൂടെ സത്വഗുണത്തിലേക്ക് ഉയരണം. അങ്ങനെയായാൽ ആത്മീയ ആസക്തിയുടെ ക്രോധത്താൽ ഉണ്ടാകുന്ന നാശത്തിൽ നിന്ന് രക്ഷപ്പെടാം. പരമദിവ്യോത്തമ പുരുഷനായ കൃഷ്ണൻ എപ്പോഴും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ആത്മീയ ആനന്ദത്തിനായി അനേകം വിസ്തരണങ്ങൾ കൈക്കൊള്ളുന്നു. ഈ ആത്മീയ അനുഭൂതിയുടെ ചെറു കണങ്ങളാണ് ജീവാത്മാക്കളെല്ലാം. അവർക്ക് ഭാഗികമായ സ്വാതന്ത്ര്യവുമുണ്ട്. ഭാഗികമായ ഈ സ്വാതന്ത്ര്യത്തെ ദുരുപയോഗപ്പെടുത്തുമ്പോൾ സേവന മനോഭാവം ഇന്ദ്രിയ സുഖ പ്രവണതയായി മാറും. ജീവാത്മാക്കൾ കാമത്തിന് വിധേയരാകുന്നത് അപ്പോഴാണ്. ബദ്ധരായ ജീവാത്മാക്കളുടെ ഈ കാമപ്രവണതകളെ സഫലമാക്കി തീർക്കാൻ വേണ്ടിയാണ് പരമദിവ്യോത്തമ പുരുഷൻ ഈ ഭൗതിക ലോകം സൃഷ്ടിച്ചത്. ഇവിടെ നിരന്തരം കാമപ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് ഇച്ഛാഭംഗം സംഭവിക്കുമ്പോൾ ജീവാത്മാക്കൾ തങ്ങളുടെ മൂലസ്വരൂപത്തെ പറ്റി അന്വേഷിക്കാൻ തുടങ്ങുന്നു. അഥാതോ ബ്രഹ്മജിജ്ഞാസ. ഈ അന്വേഷണമാണ് വേദാന്ത സൂത്രങ്ങളുടെ തുടക്കം. അതായത് ഓരോരുത്തരും അതായത് ഭഗവാനെ കുറിച്ച് അന്വേഷിക്കണം എന്നർത്ഥം. ഈ പരമപുരുഷനെ ശ്രീമദ് ഭാഗവതത്തിൽ വിവരിച്ചിട്ടുള്ളത് ഇപ്രകാരമാണ്. ജന്മാദ്യസ്യ യഥോന്യാദി തരശാർത്തേഷഭിജ്ഞസ്വരാട്. അതായത് എല്ലാറ്റിന്റെയും ഉറവിടം പരബ്രഹ്മമാണെന്ന് അർത്ഥം. അതുകൊണ്ട് കാമത്തിന്റെ ഉൽപ്പത്തിയിലും അതേ പരമപുരുഷൻ തന്നെ. കാമത്തെ പരമപുരുഷനോടുള്ള പ്രേമമാക്കി മാറ്റിയാൽ, അതായത് കൃഷ്ണാവബോധമാക്കി മാറ്റിയാൽ, എല്ലാം കൃഷ്ണ സേവനത്തിനു വേണ്ടി ആഗ്രഹിച്ചാൽ കാമവും ക്രോധവും ആത്മീയവൽക്കരിക്കാം. ശ്രീരാമന്റെ ഉറ്റ സേവകനായ ഹനുമാൻ രാവണന്റെ കനക നഗരം ഭസ്മമാക്കി സ്വന്തം ക്രോധത്തെ പ്രകടിപ്പിച്ചു. അങ്ങനെ ചെയ്തതുകൊണ്ട് ഹനുമാൻ ഭഗവാന്റെ ഉത്തമ ഭക്തനായി തീരുകയാണ് ചെയ്തത്. ഇവിടെ തന്റെ സംപ്രീതിക്ക് വേണ്ടി ശത്രുക്കളിൽ ക്രോധത്തെ പ്രയോഗിക്കുവാനാണ് ഭഗവാൻ അർജുനനെ പ്രേരിപ്പിക്കുന്നത്. കാമവും ക്രോധവും കൃഷ്ണ സേവനത്തിനു വേണ്ടി വിനിയോഗിച്ചാൽ അവ നമ്മുടെ ശത്രുക്കളായി ഭവിക്കുന്നതിന് പകരം മിത്രങ്ങളായി തീരുക തന്നെ ചെയ്യും. ഹരേ കൃഷ്ണ. പ്രഭു മ്യൂട്ടാണ്. ഹരേ കൃഷ്ണ. അപ്പൊ ഇവിടെ നമ്മള് വ്യക്തമായിട്ട് ശ്രീല പ്രഭുപാദരെ പറഞ്ഞിരിക്കുന്ന ആ ഭാവാർത്ഥത്തില് ഇതെല്ലാം തന്നെ ഇവിടെ പറയുന്നുണ്ട്. ഭഗവാൻ പറഞ്ഞതിന്റെ കാതലായിട്ടുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്.
അപ്പൊ ഭഗവാൻ എന്താണ് പറഞ്ഞത്? അല്ലയോ അർജുന, അപ്പൊ ചോദ്യം എന്തായിരുന്നു? ഒരാൾ തനിക്ക് ഇഷ്ടമില്ലെങ്കിൽ കൂടെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ബലാത്കാരേണ എന്ന പോലെ പാപം ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുന്നതെന്ന്. അപ്പൊ ഇവിടെ ഭഗവാൻ പറയുകയാണ്, രജോ ഗുണവുമായിട്ടുള്ള സമ്പർക്കത്തിൽ നിന്നുണ്ടായതും പിന്നീട് ക്രോധമായി തീരുന്നതുമായ കാമമാണ് ഇങ്ങനെ പ്രേരിപ്പിക്കുന്നത്. എല്ലാം നശിപ്പിക്കുന്ന ഈ മഹാഭാവമാണ് ഇഹലോകത്തിലെ ശത്രു. അപ്പം രജോ ഗുണം അത്ര നല്ലതല്ല അല്ലെ? രജോ ഗുണത്തിന്റെ സ്വഭാവ സവിശേഷതകൾ എന്തൊക്കെയാണ്? ആർക്കെങ്കിലും പറയാം, ഒന്ന് രണ്ടെണ്ണെങ്കിലോ? രജോ ഗുണം കൂടുതലായാൽ എപ്പോഴും പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ അതല്ലേ പ്രഭു? പ്രവൃത്തി നമുക്ക് അല്ല, ധീരത, വീര്യം അല്ലെ? വീര്യം, ശൗര്യം, അതൊക്കെ രജോ ഗുണത്തിന്റെ അവശിഷ്ടങ്ങളാണ് അല്ലെ? നമ്മൾ വീര്യം, ക്ഷത്രിയന്മാർക്ക് എന്താണ്? വീര്യം കാണിക്കും അല്ലെ? ഞാനൊരു ഭയങ്കര മഹാസംഭവമാണെന്നുള്ള കാണിക്കും അല്ലെ? അവരുടെ പവർ, അധികാരം, എന്റെ അധികാര പരിധി, എന്റെ രാജ്യം, അതുകൊണ്ട് ഞാൻ ഇവിടുത്തെ രാജാവ് അല്ലെ? ഞാൻ ഇവിടുത്തെ രാജാവ്, ഈ രാജ്യത്തിന്റെ അധിപതി, എന്റെ രാജ്യം. അതുപോലെ തന്നെ ഞാൻ ഇങ്ങനെയുള്ള കുറെ സംഭവങ്ങളുണ്ടാകും. പിന്നെ ക്രോധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിടിച്ചു നിർത്താൻ പറ്റത്തില്ല ക്രോധം. അതായത് എന്തുകൊണ്ടാണ്? കാമം പൂർത്തീകരിക്കാതെ വരുമ്പോൾ, ഇച്ഛ പൂർത്തീകരിക്കാതെ വരുമ്പോൾ എന്താണ്? ക്രോധം ഉണ്ടാകുന്നു. അതിന്റെ ബൈ പ്രോഡക്റ്റ് ആയിട്ട് ക്രോധം ഓട്ടോമാറ്റിക് ആയിട്ട് വന്നു ചേരുന്നു. അപ്പൊ ഈ ക്രോധത്തെ നിയന്ത്രിക്കാനും അവർക്ക് പറ്റുന്നില്ല. അപ്പം അർജുനൻ ഉണ്ടായത് എന്താ? ക്ഷത്രിയനായാലും എന്താണ്? കുറെ സെന്റിമെന്റ്സ് ഉണ്ടായി അർജുനന്. അത് നേരെ തിരിച്ചാണ് ഉണ്ടായത്. അപ്പൊ ഈ ബലഹീനതകളും വന്നു ചേരും. ആത്മഹത്യ ചെയ്യും ചിലരല്ലേ? നേരെ വാളൊക്കെ ഇങ്ങനെ പുറയിൽ നിന്ന് ഊരി വാളെടുത്തിട്ട് ഇങ്ങനെ കുത്തിയൊക്കെ ചാകുന്നവരുണ്ട് നിന്ന നിപ്പിലല്ലേ? അഭിമാന ക്ഷതം വന്നു കഴിഞ്ഞാൽ ഇവർക്ക് സഹിക്കാൻ പറ്റില്ല. അഭിമാനം കെട്ട് ആണും പെണ്ണുമായിട്ട് ഉള്ള അതിലും നല്ലത് ആത്മഹത്യയാണെന്നുള്ള രീതിയിൽ ആത്മഹത്യ ചെയ്യാൻ ഈ ക്ഷത്രിയന് മടിക്കത്തില്ല. ഇതൊക്കെ രജോ ഗണത്തിൽ ഉള്ള ആൾക്കാരുടെ സ്വഭാവമാണ് അല്ലെ? ഇപ്പൊ നമ്മൾ കുറെ കാര്യങ്ങൾ പറഞ്ഞു. വീരസ്യം പറയുക, എന്താണ്? ഭയങ്കര സാഹസികമായിട്ടുള്ള പ്രവൃത്തികൾ ചെയ്യുക. പിന്നെ എന്താണ്? ഞാൻ ചെയ്ത കാര്യങ്ങൾ അഹങ്കരിക്കുക. ഇപ്പൊ നമ്മളിപ്പോ എല്ലാവരും ചെയ്യുന്ന സെൽഫി ഒക്കെ എടുത്തിട്ട് എല്ലാം സോഷ്യൽ മീഡിയയിലെല്ലാം ഇടുമല്ലോ. നമ്മൾ ഇവിടെ പോയി നമ്മൾ ഇത്രയും ഭംഗിയുള്ളവരാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും? സോഷ്യൽ മീഡിയയിലൊക്കെ പോസ്റ്റ് ചെയ്യും. പണ്ട് ഇതെങ്ങനെയായിരുന്നു? വീരസിംഗാണ്. നമ്മൾ ഏതെങ്കിലും ശത്രുവിനെയൊക്കെ ജയിച്ച് അല്ലെങ്കിൽ കുറെ മൃഗങ്ങളെയൊക്കെ വേട്ടയാടി നമ്മൾ ഭയങ്കര ഒരു സംഭവമാണെന്ന് കാണിച്ച് അവിടെയെല്ലാം ഇളക്കി മറിച്ച് വനം മുഴുവൻ ഇറക്കി വെച്ച് പൊടിപടലങ്ങളുമായിട്ട് ഇങ്ങനെ കുതിരപ്പുറത്തൊരു പോക്കാണ് പണ്ടത്തേത്. ഇപ്പൊ അത് ഹരേ വേറെ കൃഷ്ണ രീതിയിലാണ്. പ്രഭു. അപ്പൊ ഞാൻ ലീവ് ചെയ്തോട്ടെ. നമ്മൾ ഇനി 6:30 അവിടെ എത്താൻ പറഞ്ഞിട്ടുണ്ട്. ഗീതാ മാതാജി. മാതാജിന്റെ. മാതാജി വരട്ടെ. ശരി മാതാജി. പ്രഭു വരത്തില്ലേ? മാതാജി, എനിക്കിന്ന് ഡ്രാമയുടെ പ്രാക്ടീസ് ഉണ്ട്. ഞാനൊരു 3 ഇതിൽ പ്രാക്ടീസിൽ വരാഞ്ഞത് കൊണ്ട് ഇന്ന് പോയേ പറ്റുള്ളൂ. അവരെന്നെ വിളിച്ചിരുന്നു. ഇവിടുത്തെ മാതാജി അങ്ങോട്ടേക്ക് വരും. ഞാന് ഇല്ല എന്തായാലും. അവിടുത്തെ പ്രേമനിധി പ്രഭുവും ആ ഡ്രാമയിലുള്ളതാണ്. അദ്ദേഹം ഇന്ന് വരില്ല എന്ന് പറഞ്ഞു. കാര്യം അവിടെ പരിപാടി നടക്കുന്നതായ കാരണം. ഓക്കെ പ്രഭു, ശരി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പം എന്താണ് പറഞ്ഞ? ഈ രജോ ഗുണവുമായിട്ടുള്ള സമ്പർക്കത്തിൽ നിന്നുണ്ടായ ഉണ്ടായതും പിന്നീട് ക്രോധമായി തീരുന്നതുമായ കാമമാണ്. അപ്പൊ ഈ കാമമാണ് പിന്നീട് അത് ക്രോധമായി തീരുന്നത് ഈ രജോ ഗുണവുമായിട്ടുള്ള സമ്പർക്കം മൂലം എന്ന് പറഞ്ഞു. ഇതാണ് ഇതിനെല്ലാം പ്രേരിപ്പിക്കുന്നതും അതുകൊണ്ട് എല്ലാം നശിപ്പിക്കുന്നതുമായ ഈ മഹാഭാവമാണ് ഇഹലോകത്തിലെ ശത്രു എന്ന് പറഞ്ഞിട്ടുണ്ട് ഭഗവാൻ വ്യക്തമായിട്ട്. അപ്പൊ ഇതിന്റെ കാരണം എന്താണ്? ഭഗവാൻ ആൻസർ പറഞ്ഞു, ഒറ്റ വാക്യത്തിൽ ഉത്തരം പറഞ്ഞു. എന്താണ്? രജോ ഗുണവുമായിട്ടുള്ള സമ്പർക്കം മൂലമുണ്ടാകുന്ന കാമം, ആഗ്രഹ പൂർത്തീകരണം നടന്നിട്ടില്ലെങ്കിൽ അത് ക്രോധമായി, പിന്നീട് ആ ക്രോധം മൂത്തു കഴിഞ്ഞാൽ വീണ്ടും ഒന്നുകിൽ ആത്മഹത്യയാകും അല്ലെങ്കിൽ ഒരു കൊലപാതകം ഉണ്ടാകും. ഇത് രണ്ടിലേതെങ്കിലും ഉണ്ടാകും അല്ലെ? അത് വീണ്ടും പാപത്തിലേക്ക് നയിക്കുകയാണ് അല്ലെ? അപ്പം അതാണ് ഇവിടെ ഭഗവാൻ, ഇതാണ് ഏറ്റവും വലിയ ശത്രു, ഈ രജോ ഗുണം. അപ്പൊ പാപം, അർജുനന്റെ ചോദ്യം എന്താണ്? നമ്മൾ അറിയാതെ തന്നെ ഈ പാപങ്ങൾ ചെയ്യാൻ എന്തുകൊണ്ട് കാര്യം? നമ്മളെ വലിച്ചിഴക്കപ്പെടുകയല്ലേ? വലിച്ചിഴക്കപ്പെടാൻ കാരണം ഈ രജോ ഗുണവുമായിട്ടുള്ള സമ്പർക്കം. അതുകൊണ്ടാണ് നമ്മൾ ഈ സത്സംഗം വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്ന് പറയുന്നത്. നമ്മൾ ആരുടെ കൂടെ സമ്പർക്കത്തിൽ ഇരിക്കുന്നോ അവരുടെ ഒരുപാട് സ്വഭാവ സവിശേഷതകൾ കിട്ടും. അതുകൊണ്ടാണ് നല്ല ആൾക്കാര് സംഗമിക്കുന്ന, നല്ല കാര്യങ്ങൾ പറയുന്ന സ്ഥലത്ത് നമ്മൾ പോകുക, അല്ലാത്തടത്ത് ചെവി കൊടുക്കാൻ പോകരുത്.
ഭഗവാൻ അതിന് മുൻപത്തെ ശ്ലോകത്തിൽ എന്താണ് പറയുന്നത്? മറ്റുള്ളവരുടെ കാര്യങ്ങൾ കേൾക്കാനും അവർക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ പോയി കഴിഞ്ഞാലും നമ്മൾ യഥാർത്ഥ കാര്യങ്ങളും മറന്നുപോകും, നമുക്ക് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ, അല്ലെ? ഇപ്പൊ നമ്മൾ വേറൊരു വീട്ടിൽ അവരുടെ ഒരു കാര്യത്തിന് ഇടപെട്ട് പോയി, എന്താണ്, അവര് തമ്മിൽ നടക്കാവുന്ന ഒരു പ്രശ്നത്തിൽ എന്ത് ചെയ്യും? നമ്മൾ ആ കത്തി മേടിച്ചിട്ട് അവരെ അറിയാതെ കുത്താനായിട്ട് വരണം. അല്ല, അവര് തമ്മിൽ കത്തിക്കുത്തിന് ഒരുങ്ങി, നമ്മൾ ആ കത്തി ഇങ്ങനെ മേടിച്ചു, അപ്പൊ ഒരു തള്ളി തള്ളി ഈ കത്തി അറിയാതെ പോയി അവരുടെ ആരെങ്കിലും ദേഹത്ത് കൊണ്ട് ആര് ജയിലിൽ പോവും? നമ്മൾ പോകേണ്ടി വരും, അല്ലെ? അപ്പം ഇതിന്റെ മുന്നത്തെ ശ്ലോകത്തിൽ നമ്മൾ പറഞ്ഞാണ് മറ്റുള്ളവരുടെ കാര്യത്തിൽ നമ്മൾ അങ്ങനെ അനാവശ്യമായിട്ട് ഇടപെടാൻ പാടില്ല എന്ന് പറഞ്ഞു. ഇപ്പം ഈ ശ്ലോകത്തിൽ പറഞ്ഞത് അതുമായിട്ട് കണക്ഷൻ ആയോ ഇല്ലയോ? അപ്പം അതുകൊണ്ടാണ് പറഞ്ഞത് നമ്മൾ ഈ രജോ ഗുണവുമായിട്ടുള്ള സമ്പർക്കം. അപ്പൊ നമ്മൾ ആരും ആയിട്ടാണ് സമ്പർക്കം പുലർത്തേണ്ട, ആരുമായിട്ടുള്ള എങ്ങനെയുള്ള സത്സംഗത്തിൽ നല്ല വ്യക്തികൾ ഭഗവാനുമായിട്ട് പറയുന്ന കാര്യങ്ങളിൽ നമ്മൾ ഇടപെട്ട് അവരുമായിട്ടുള്ള സംസർഗം നിരന്തരം ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെയുള്ള ഈ പ്രതിപ്രത്തുണ്ടാകുന്ന കാമം, ക്രോധം, ഇങ്ങനെയൊക്കെയുള്ള വീരം, സാഹസികം, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇപ്പൊ നമ്മൾ ഇവിടെ എത്ര പേരുണ്ട്? ഞാൻ വീരസാഹസികം ചെയ്തു, അത് ചെയ്തു, ഇത് എന്ന് പറയുന്ന എത്ര പേരുണ്ട് ഇവിടെ? നമ്മൾ എത്ര ക്ലാസ്സിൽ പറഞ്ഞു ഞാൻ ചെയ്ത വീരകൃത്യം? ഞാൻ പറഞ്ഞു, നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഞാൻ ഇനി അറിയാതെങ്കിലും പറഞ്ഞോ എന്ന് എനിക്കറിയില്ല. ഞാൻ ചെയ്ത വീരകൃത്യങ്ങൾ 10 എണ്ണം. നിങ്ങളെ കൊണ്ട് ആരെങ്കിലും ഞാൻ എടുത്ത് റിപ്പീറ്റ് ചെയ്ത് വായിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. നിങ്ങൾ ആരെങ്കിലും എന്നോട് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. നമ്മളിവിടെ ആരുടെ കാര്യമാണ് പറയുന്നത്? നമ്മളിവിടെ ഭഗവാൻ പറഞ്ഞ കാര്യങ്ങൾ മാത്രമാണ് സംസാരിക്കുന്നത്. അപ്പൊ അത് സത്സംഗമാണ്, അല്ലെ? അപ്പൊ അങ്ങനെയുള്ള ആ നല്ല സംഘത്തിൽ കൂടി മാത്രമേ നമുക്ക് ഇതേപോലെയുള്ള ഈ കാമത്തിന്റെ, ക്രോധത്തിന്റെ പ്രതിപ്രവർത്തനങ്ങളിൽ നിന്ന് ഉണ്ടാകുന്ന ഈ ബൈ പ്രോഡക്ട്സുകളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പം ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഈ കാമം ശരിക്കും നമുക്ക് ഈ കാമം കാരണമാണ് നമുക്ക് ഈ ഭൗതിക ലോകം സൃഷ്ടിച്ചത് തന്നെ, അല്ലെ? നമുക്ക് എവിടെ ഇരുന്നപ്പോ നമുക്ക് കാമം ഉണ്ടായി? നമ്മൾ ഗോലോകത്തിൽ നമ്മളുടെ യഥാർത്ഥ നമ്മളുടെ ഭവനത്തിൽ ഇരുന്ന് കഴിഞ്ഞപ്പോൾ നമുക്കുണ്ടായ കാമത്തിന്റെ ഫലമായിട്ടാണ് ഈ കാമപൂർത്തീകരണത്തിന്റെ നമുക്ക് വീണ്ടും വീണ്ടും നമ്മൾ എൻജോയ് ചെയ്യണമെന്ന് തോന്നി, അല്ലെ? ഭഗവാൻ എന്താണ്? സുപ്രീം എൻജോയർ, അല്ലെ? പരമഭോക്താവാണ്. അപ്പൊ നമുക്കും ആ ഭുജിക്കണം എന്ന് തോന്നി. എന്താണ്? ഇതെല്ലാം ആസ്വദിക്കണം എന്ന് തോന്നി, ഭഗവാനെ പോലെ ആസ്വദിക്കണം എന്ന് തോന്നിയപ്പോൾ ഭഗവാൻ എന്ത് ചെയ്തു? ഒരു ഭൗതിക ലോകം തന്നെ സൃഷ്ടിച്ചു തന്നിട്ട് നീ അവിടെ പോയി എൻജോയ് ചെയ്തോളാൻ പറഞ്ഞ് ഇങ്ങോട്ടേക്ക് താഴ്ത്തപ്പെട്ടു, തള്ളിവിട്ടു ഇവിടെ വന്നു കഴിഞ്ഞിട്ട് നമ്മൾ പുറമേ നോക്കുമ്പോൾ എൻജോയ്മെന്റ് ആണെങ്കിലും ആദ്യം ആർക്കാണ് സന്തോഷമുള്ളത്? നമ്മൾ എത്ര വലിയ അംബാനി കുടുംബത്തിലുള്ള ആളോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഒരു സമാധാനവും ഇല്ല, സന്തോഷവും ഇല്ല. എന്തിനേലും കുറവുണ്ടോ? ബാല്യക്കാരിഷ്ടം പോലെ പണത്തിന് പണം, സ്വർണത്തിന് സ്വർണം എല്ലാം ഉണ്ടെങ്കിലും നമ്മളുടെ മനസ്സ് ശാന്തമായിട്ടിരിക്കുവോ? ഇല്ല. പണത്തിന് പണം വേണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പണം വേണം. പക്ഷെ ഒരു കടത്തിന്മേൽ കിടക്കുന്ന ആൾക്കാർ സമാധാനമായിട്ട് ഉറങ്ങുന്നത് നമ്മൾ കാണാറുണ്ട്. കാര്യം അവർക്ക് വേറെ ചിന്തകളൊന്നും, അവരുടെ ആരെങ്കിലും മോഷ്ടിച്ചോണ്ട് പോകുന്ന ഒരു ചിന്തയില്ല. അതുപോലെ തന്നെ നാളെ എന്താകുമെന്നൊരു ചിന്തയില്ല. കാര്യം പ്രത്യേകിച്ച് എന്തെങ്കിലും ഉണ്ടെങ്കിലല്ലേ നാളെ എന്താകുമെന്നൊരു ചിന്തിക്കാനുള്ള ഒന്നുമില്ല. എന്തെങ്കിലും കിട്ടുക, ഭക്ഷിക്കുക, കിടന്നുറങ്ങുക, ഇത്രയും മാത്രം ചിന്തയാണ്. അവര് ഈ അംബാനി കുടുംബത്തിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് എന്താണ്? എത്ര 4, 5 ഉറക്കഗുളിക കഴിച്ചിട്ടായിരിക്കും അവരൊന്ന് ഉറങ്ങുന്നത്, അല്ലെ? അല്ലെങ്കിൽ ചിലര് ഇഞ്ചക്ഷൻ എടുത്തിട്ടാണ് ഉറങ്ങുന്നത്, അല്ലെങ്കിൽ മയക്കുമരുന്നിന് ഉപയോഗിച്ചിട്ടാണ് ഉറങ്ങുന്നത്. കാര്യം അത്രയ്ക്ക് പോലും അവർക്ക് പറ്റുന്നില്ല. അപ്പൊ ഇത് എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? ഈ കാമപൂർത്തിയാണ്. അപ്പൊ നമ്മൾ ഭഗവാനായിട്ട് നമ്മളെ എന്ത് ചെയ്യുന്നു? ഇങ്ങോട്ടേക്ക് ഒരു ഭൗതിക ലോകം ഉണ്ടായിട്ട് നമുക്ക് എൻജോയ്മെന്റ് ഉണ്ടോ? ശരിക്കും എൻജോയ്മെന്റ് ഇല്ല. അപ്പൊ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഈ ബ്രഹ്മാദ്യസ്യ ശ്ലോകം എന്ന് പറഞ്ഞ ആ ശ്ലോകം കോട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ. അതുകൊണ്ട് ഈ കാമത്തിന്റെ ഉൽപ്പത്തി എന്താണ്? ശരിക്കും ഭഗവാനിൽ നിന്ന് തന്നെ ഉണ്ടായി. പക്ഷെ ഈ കാമത്തെ നമ്മൾ എന്തായി മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്ന് രക്ഷ. ഈ കാമത്തെ നമ്മൾ പ്രേമമായി മാറ്റുക. ഗോലോക വൃന്ദാവനത്തിൽ ഈ കാമത്തിന്റെ പേരെന്താണ്? ഇവിടുത്തെ നേരെ തലതിരിഞ്ഞാണ് ഗോലോക വൃന്ദാവനത്തിൽ. ഈ കാമം എന്താണ്? അവിടെ പ്രേമമാണ് ഇവിടുത്തെ കാമത്തിന്റെ പേര്. അപ്പൊ അതിനെ നമ്മൾ പ്രേമമാക്കി മാറ്റിയാൽ മാത്രം മതി. അതുപോലെ തന്നെ ഈ ക്രോധത്തെ നമ്മൾ ഒരു എക്സാമ്പിൾ ഇവിടെ പറഞ്ഞു. ക്രോധത്തെ ഹനുമാൻ സ്വാമി എന്താക്കി മാറ്റി? ഭഗവാനുള്ള സേവയാക്കി മാറ്റി. എന്ത് ക്രോധമാണ് ഹനുമാൻ സ്വാമിക്ക് ഉണ്ടായത്? രാവണനോടുള്ള കോപം. രാവണൻ എന്താണ്? വാലില് തീ കത്തിച്ചിട്ട് പറത്തി വിട്ടു, അല്ലെ? അപ്പൊ എന്ത് ചെയ്തു? ആ ക്രോധം മുഴുവനും എന്ത് ചെയ്തു?
ആ ലങ്ക മുഴുവനും നശിപ്പിച്ചു. ലങ്കമെല്ലാം എന്നിട്ട് എന്ത് ചെയ്തു? അവിടുത്തെ ഒരുപാട് രാക്ഷസര് വെന്തു മരിച്ചു. അതെന്താണ്? അത്രയും കുറച്ചു പേരെ പിന്നീട് ഭഗവാൻ വരുമ്പോ കൊന്നാ മതിയല്ലോ. അപ്പം ഹനുമാൻ അതിനു മുൻപ് ഭഗവാന്റെ സ്വന്തം സ്വാമിക്ക് വേണ്ടിയിട്ടുള്ള കർത്തവ്യമാക്കി അത് ഉൾക്കൊണ്ട് ചെയ്തു. അതുകൊണ്ട് കാമവും ക്രോധവും കൃഷ്ണ സേവനത്തിന് വേണ്ടി വിനിയോഗിച്ചാൽ അവ നമ്മളുടെ ശത്രുക്കളായി ഭവിക്കുന്നതിന് പകരം മിത്രങ്ങളായി ഭവിക്കും. അപ്പൊ ആ ക്രോധം ഭഗവാന് വേണ്ടിയിട്ട് ചെയ്ത സേവ ആയതുകൊണ്ട് അതിനെ വളരെ പോസിറ്റീവായിട്ടുള്ള ക്രോധമായിട്ടാണ് എടുക്കുന്നത്. അതുപോലെ തന്നെ കാമത്തെ നമ്മൾ എന്താണ് ഭഗവാനോടുള്ള പ്രേമമായിട്ട് മാറ്റുവാണെന്നുണ്ടെങ്കിൽ ആ കാമത്തിന്റെ ഫലമായിട്ടുണ്ടാകുന്ന പ്രതിപ്രവർത്തനങ്ങളിൽ നിന്ന് നമുക്ക് മോചനം നേടാനായിട്ട് സാധിക്കും. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മള് ഈ പറയുന്ന ഈ നല്ല അസോസിയേഷനിൽ കൂടി നമുക്ക് ഈ കിട്ടുന്ന അസോസിയേഷൻ പൂർണ്ണമായിട്ട് വിനിയോഗിച്ച് ഒരു ക്ലാസ് പോലും നമ്മൾ മുടക്കാതെ നമ്മൾ അല്ലെങ്കിൽ ഈ വെള്ളിയാഴ്ച മാത്രമല്ല, ഈ ഒരു ഇത്രയും സമയത്ത് മാത്രമല്ല നമ്മൾ ഭഗവാനായിട്ട് അസോസിയേറ്റ് ചെയ്യേണ്ടത്. നമ്മൾ പാചകം ചെയ്യുമ്പോൾ നമ്മൾക്ക് ഏത് രീതിയിൽ വേണമെന്ന് ഞാൻ പറഞ്ഞു. പാചകം ചെയ്യുമ്പോൾ എന്താണ് ഭഗവാനായിട്ട് ഭോഗം ഉണ്ടാക്കുന്ന രീതിയിൽ ആ ഒരു മനോഭാവത്തോടു കൂടി മറ്റു പല കാര്യങ്ങൾ ആലോചിക്കുക, അല്ലെങ്കിൽ വേറെ സിനിമാ പാട്ട് കേട്ടുകൊണ്ട് അങ്ങനെയല്ല. നമ്മൾ അല്ലെങ്കിൽ ഭഗവാന്റെ അറ്റ്ലീസ്റ്റ് കീർത്തനെങ്കിലും അവിടെ യൂട്യൂബിൽ അല്ലെങ്കിൽ നല്ല ആൾക്കാരുടെ ലെക്ചർ ഓൺ ചെയ്ത് വെച്ചിട്ട് കരിയാനും ഇതിനൊക്കെ ഒരുങ്ങുക. അല്ലെങ്കിൽ ഹരിനാമം ശിലപ്രഭാതരുടെ ചാൻഡിങ്ങോ അങ്ങനെ എന്തെങ്കിലും ചാൻഡിങ് ബോക്സ് കിട്ടാം. ഗുരുവായൂർ അവിടെ ഞാനിപ്പോ 2 മേടിച്ചോണ്ടാ പോകുന്നത്. അപ്പൊ ഹരിനാമം അത് ഓണാക്കി വെക്കുക. അത് കേട്ടുകൊണ്ട് അങ്ങനെ നമ്മള് ഭോഗം ഉണ്ടാക്കുക. ഭോഗം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അത് നമ്മള് ഭഗവാന് നിവേദിക്കുക, ഭാവത്തോടുകൂടി നിവേദിക്കുക. അതുപോലെ എല്ലാ ദിവസവും നമുക്ക് എത്ര സമയം കിട്ടുന്നോ ആ സമയങ്ങളിലൊക്കെ പരമാവധി നമ്മള് ഭഗവാന്റെ നാമം, അതായത് എപ്പോഴും എന്താണ് സദാ ഹരി എന്ന് നമ്മൾ പറയാറുണ്ടെങ്കിലും എത്ര സമയം ഭഗവാനെ സ്മരിക്കുന്നോ നമ്മൾ 24 മണിക്കൂറിനുള്ളിൽ അതിലെ എത്ര സമയം നിങ്ങൾക്ക് കിട്ടുമോ ഭഗവാനെ ഓർക്കാൻ പറ്റുന്ന ആ സമയങ്ങളിൽ ഓർക്കുക. ഭഗവാന്റെ നല്ല കഥകളൊക്കെയുള്ള ലെക്ചേഴ്സും യൂട്യൂബും അങ്ങനെയൊക്കെ ഉള്ളത് കാണാൻ ശ്രമിക്കുക. അതുപോലെ മറ്റ് ഭൗതികമായിട്ടുള്ള കാര്യങ്ങളിലുള്ള ചർച്ചകൾ നിർത്തുക. ആരെങ്കിലുമൊക്കെ വിളിക്കുമ്പോൾ നമ്മൾ ഇന്ന സ്ഥലത്ത് ഒരു ഭാഗവതം നടന്നു, അവിടെ നിന്ന് ഞാനൊരു കഥ കേട്ടു, അതിങ്ങനെയാണ്. അപ്പൊ ഈ ഗ്രാമകഥകൾ മാറിയിട്ട് ഭഗവാന്റെ കഥകള് ഫോൺ വിളിക്കുന്ന ആൾക്കാരോട് പറയുക. അല്ലെങ്കിൽ ഇന്ന ഒരു ക്ഷേത്രത്തിൽ പോയാൽ അവിടെ ഇന്ന പോലെ ഒരു പ്രത്യേകതയുണ്ട്, നീ ഇനി വരുന്നോ, നമുക്ക് അവിടെ പോയി ഇന്ന് തൊഴാം. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചിന്തിക്കുക. അതുപോലെയുള്ള കാര്യങ്ങളിലേക്ക് നമ്മളെ വിളിക്കുന്നവരെയും കൂടി നമ്മൾ മാറ്റിയെടുക്കുക. ഈ ഗ്രാമകഥ പറയാനായിട്ട് തുടങ്ങുന്ന സമയത്ത് നമ്മൾ ആ കുറ്റം നമ്മൾ അവരെ എരിവേറ്റി കൊടുക്കും. അങ്ങനെയാണോടി, അതങ്ങനെ സംഭവിച്ചു, ഇങ്ങനെയാണോടി, അവൾ അങ്ങനെയായിരുന്നു, അവൾ അങ്ങനെ ചെയ്തോ. അതിന് പകരം നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഇത് ഒന്നും കേട്ടിട്ട് നമ്മൾക്ക് എന്താണ് ഒരു കാര്യവും സാധിക്കാനില്ല. അപ്പൊ അതുകൊണ്ട് അവരെ അതെങ്ങനെ ആ പറച്ചിലിൽ നിന്ന് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് നമ്മൾ അതിനുവേണ്ട സൂത്രപ്പണികൾ ഏൽപ്പിച്ചിട്ട് നമ്മൾ മറ്റു കാര്യത്തിലേക്ക് ഡൈവേർട്ട് ചെയ്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പരമാവധി കേൾക്കാൻ ശ്രമിക്കാതിരിക്കുക. അവരെ അല്ലെങ്കിൽ നമുക്ക് അത്യാവശ്യമായിട്ട് വേറൊരു ഫോൺ കോൾ വന്നു, അല്ലെങ്കിൽ ഒരു വിരുന്നുകാരൻ വന്നു, ഞങ്ങളെ കോൾ സ്റ്റോപ്പ് ചെയ്യാം. നമുക്ക് ചിലപ്പോൾ നിയന്ത്രിക്കാൻ പറ്റാത്ത ചില ആൾക്കാരുണ്ട് അല്ലെ, ഭയങ്കര തേജമുള്ളവർ നമ്മളെ അടിച്ചേൽപ്പിക്കും ഇങ്ങനെയുള്ള വിഷങ്ങളൊക്കെ കുത്തിവെച്ചിട്ട്. അപ്പൊ അവരെ നമുക്ക് എങ്ങനെ ഒഴിവാക്കാൻ പറ്റും? നമ്മൾ ഒരു കാര്യം അർജന്റ് പറഞ്ഞ് ഒരു വിരുന്നുകാരൻ വന്ന് ബെല്ലടിച്ചു എന്തെങ്കിലും പറഞ്ഞ് കോള് കട്ട് ചെയ്തിട്ട് ഒഴിവാക്കുക. ഇതേപോലുള്ള കാര്യങ്ങൾ ചെയ്ത് നമ്മള് പതുക്കെ 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 ഈ സേവ ചെയ്ത് ഭഗവാന്റെ ആ ഒരു കൃപ നമ്മളിലേക്ക് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമുക്ക് ഈ ഭക്തി നമുക്ക് ഇപ്പൊ ഈ 6 കാണ്ഡം, അതായത് ധ്യാനയോഗം കഴിഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾ ആ കർമ്മകാണ്ഡ തീരുന്ന സമയത്ത് നമുക്ക് ഭഗവാന്റെ ഭക്തി നമുക്ക് കിട്ടുമോ ഇല്ലയോ എന്ന് നോക്കാം. നമ്മൾ ഇതേപോലെ രീതിയിൽ മുന്നോട്ട് പോവുക. അത് കഴിഞ്ഞിട്ട് ഭഗവാന്റെ ഭക്തി നമുക്ക് കിട്ടാനായിട്ട് ഭഗവാൻ രാധാറാണിയുടെ പാതാരവിന്ദങ്ങളിൽ എല്ലാവരും വീണ്ടും പ്രണമിക്കുക. രാധാറാണിയുടെ കൃപയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എന്തൊക്കെ അംഗവൈകല്യം ഉണ്ടെങ്കിലും സ്വന്തം അമ്മയല്ലേ, അമ്മ എന്തായാലും നമ്മളെ എന്ത് വൈകല്യമുള്ള ആളായാലും എന്താണ് അച്ഛന്റെ അടുത്തേക്ക് കൈ പിടിച്ച് ഏൽപ്പിക്കും. അതുകൊണ്ട് നമ്മൾ ആ അമ്മയിൽ ശരണാഗതി പ്രാപിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ആ അമ്മയെ നമ്മൾ ഗ്ലോറിഫൈ ചെയ്യണം. അത് ചെയ്യുന്നതാണ് ഹരിനാമം. ആ ഹരിനാമത്തിൽ രാധാറാണിയാണ് മുഴുവനായിട്ട് നിറഞ്ഞു നിൽക്കുന്നത്. രാധാറാണിയാണ് സന്തോഷിക്കുന്നത്, ഇത് കേൾക്കുന്നത്, എൻജോയ് ചെയ്യുന്നത്, നൃത്തം ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് ആ രാധാറാണിയുടെ ആ ഒരു കൃപ എല്ലാവരിലും ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും കൃഷ്ണ ഭാവനാമൃതത്തില്
മുന്നോട്ട് പോകാനായിട്ട് സാധിക്കട്ടെ. മായ ഒരിക്കലും ബാധിക്കാതിരിക്കട്ടെ എന്ന് ഭഗവാനെ പ്രാർത്ഥിക്കുന്നു. ഹരിബോൾ. ഹരേ കൃഷ്ണ. സർവശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു. എല്ലാവർക്കും ഓരോ പോയിന്റ് പറയാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. കാമത്തെ പരമപുരുഷനോടുള്ള പ്രേമമാക്കി മാറ്റുക, അതെങ്ങനെയാണ്? അതിനൊരു ഉദാഹരണം. കാമത്തെ പരമപുരുഷനോടുള്ള പ്രേമമാക്കി മാറ്റുക. നിത്യജീവിതമായിട്ടൊന്ന് ബന്ധപ്പെടുത്തി പറയാം. അതെ അല്ലെ. കാമം എന്ന് പറഞ്ഞാൽ ആഗ്രഹമല്ലേ? കാമം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഭൗതികമായിട്ടുള്ള ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമുക്കുള്ള ആഗ്രഹം, അല്ലെങ്കിൽ നമുക്കൊരു വസ്ത്രം മേടിക്കാനായിട്ടുള്ള ആഗ്രഹം. അപ്പൊ ആ വസ്ത്രം മേടിക്കാനുള്ള ആഗ്രഹത്തെ നമ്മൾ എങ്ങനെയാക്കി മാറ്റി? ഭഗവാൻ ഒരു വസ്ത്രം തയ്ക്കാനായിട്ടുള്ള ആ ഒരു രീതിയിലേക്ക് വേണേ അതിനെ നമുക്ക് മാറ്റാനായിട്ട് സാധിക്കും. നമുക്കൊരു ഭക്ഷണ സാധനം കഴിക്കാനായിട്ടുള്ള ആഗ്രഹത്തെ അത് ഭഗവാന് ഒരു നിവേദ്യം കൊടുക്കാനായിട്ടുള്ള ഒരു സാധനം മേടിച്ച് ഭഗവാൻ ഓഫർ ചെയ്ത് അത് പ്രസാദമായിട്ട് കഴിക്കുമ്പോൾ ഈ ആഹാര സാധനം ഏത് ലെവലിലേക്കായി മാറി? മനസ്സിലായില്ലേ? അത് പ്രസാദമായി മാറി. ഇനി അടുത്തത് നമ്മൾക്കൊരു സ്ഥലത്ത് പോകണം. അപ്പൊ അങ്ങനെയാണ് പോകുമ്പോഴത്തേക്കും നമുക്ക് ആ പോകുന്നത്, നമ്മൾ ആ ഭഗവാന്റെ ഒരു ക്ഷേത്രം അവിടെ ഉണ്ട്, അവിടെ പോയിട്ട് നമ്മൾ മറ്റേ സ്ഥലത്തേക്ക് പോകുന്നുള്ളൂ. അപ്പൊ എന്ത് ചെയ്തു? നമ്മൾ ആ പോകുന്ന ആ ഭാഗം അത് ഭഗവാനോടുള്ള പ്രേമം കഴിഞ്ഞിട്ടാണ് ആ ഭൗതിക കാര്യം. ഇതാണ് പ്രയോറിറ്റി കൊടുത്തത്. നമ്മൾ ആ ക്ഷേത്രത്തിൽ പോയിട്ട് നമുക്ക് ഇന്ന സ്ഥലത്തേക്ക് പോകാം, അല്ലേ? അതുപോലെ തന്നെ അടുത്തത്, നമുക്കൊരു ആഭരണം പുതിയത് വാങ്ങിക്കണം എന്ന് തോന്നി, അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മളുടെ വീട്ടിൽ ഒരു രാധാകൃഷ്ണന്മാരുണ്ട്, അവർക്ക് നല്ലൊരു മാല മേടിച്ച് ഞാൻ ഇടാം, അതിനുശേഷം മതി എനിക്കൊരു മാല എന്ന് നമ്മൾ തീരുമാനിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ആഗ്രഹത്തെ അത് ഭഗവാനോടുള്ള പ്രേമമായിട്ട് വന്നു. ഇങ്ങനെ ഏത് ആഗ്രഹത്തെ നമുക്കിങ്ങനെ ഡൈവേർട്ട് ചെയ്ത് അത് ഭഗവാനോടുള്ള ഭക്തിയുത സേവനത്തിലെ ആ ഒരു ധർമ്മമാക്കിയിട്ട് മാറ്റാനാണ് സാധിക്കും. അതായിരിക്കും മനസ്സിലായി കാണുന്നത്. പ്രഭു പറയട്ടെ, പോയിന്റ് പറയട്ടെ പ്രഭു. പറഞ്ഞ കൃഷ്ണ, നമ്മളെ ഒരിക്കലും മറ്റുള്ളവരുടെ കാര്യത്തിൽ നമ്മളെ ഏറ്റെടുക്കരുത്. മറ്റുള്ളവരുടെ കാര്യം അത് നാശമാണ്. നമ്മുടെ കാര്യങ്ങൾ നമ്മൾ ചെയ്യുക, അത് മാത്രമേ, അതാണ് ഏറ്റവും നല്ല കാര്യങ്ങൾ. പിന്നെ ഈ വിഷയങ്ങൾ നമ്മളെ നിയന്ത്രിക്കാനുള്ള വരാൻ പാടില്ല. വിഷയങ്ങൾ നമ്മളെ നിയന്ത്രിക്കരുത്. നമ്മളെ തന്നെ നിയന്ത്രിക്കണം. വിഷയങ്ങൾ നമ്മളെ നിയന്ത്രിക്കരുത്. അതെ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. കാമവും ക്രോധവും ഭഗവാനോടുള്ള സേവനമാക്കി മാറ്റിയ അത് കാമത്തിൽ നിന്നും ക്രോധത്തിൽ നിന്നും ഭഗവാനെ സേവിക്കാനുള്ള ഒരു അവസരമായിട്ട് നമുക്ക് കിട്ടും. ഉദാഹരണം, ഹനുമാൻജി ലങ്ക നശിപ്പിച്ചത് ശ്രീരാമ ഭഗവാന് വേണ്ടിയിട്ടാണല്ലോ, സേവയായിട്ട്. അതുപോലെ ഇപ്പൊ പ്രഭു പറഞ്ഞത് കാമം, ഓരോ ഉദാഹരണങ്ങൾ ഇപ്പൊ 3 പറഞ്ഞല്ലോ, അതെല്ലാം അതന്നെ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വലിയ മാതാജി എന്താ പറയാനൊരുങ്ങി? കാമം, ഈ ക്രോധം കൊണ്ടാണ് ഈ ഭൗതിക ലോകത്തിലെ മനുഷ്യന്മാർ മുഴുവൻ കഷ്ടപ്പെടുന്നത്. അപ്പൊ കാമം നമുക്ക് നിർവഹിക്കാതെ വന്നാൽ ക്രോധം വരും. ആ ക്രോധം വന്നാൽ ക്രോധത്തിൽ നമ്മൾ ചിലപ്പോൾ ആത്മഹത്യയോ അല്ലെങ്കിൽ പിന്നെ വേറെ എന്തെങ്കിലും കൊലപാതകമോ ഒക്കെ ചെയ്യേണ്ടി വരും. പക്ഷെ ഈ കാമവും ക്രോധവും ഭഗവാന്റെ ഭക്തിയുടെ മാറ്റിയാൽ നമുക്ക് പിന്നെ ശരിക്കും നമ്മളത് ആത്മീയവരിക്കാൻ കഴിയും. അപ്പൊ ഉദാഹരണത്തിനാണ് ഹനുമാന്റെ കാര്യം പറഞ്ഞത്. ഭഗവാൻ ഹനുമാൻ ക്രോധം കൊണ്ടാണ് രാവണന്റെ ആ പൂന്തോട്ടം മുഴുവൻ നശിപ്പിച്ചത്. പക്ഷെ അതുകൊണ്ട് എന്താന്ന് വെച്ചാൽ ഹനുമാൻ ഭഗവാന്റെ ഉത്തമ ഭക്തനായി തീർന്നു. അപ്പൊ കാമവും ക്രോധവും ശരിക്കും നമുക്ക് ശത്രുവാണ്. പക്ഷെ അത് മിത്രമാക്കി മാറ്റാൻ വേണ്ടി നമ്മുടെ എല്ലാ പ്രവൃത്തികളും ഭഗവത്കരിക്കുക, അതായത് ഭഗവാന്റെ സേവനത്തിനായി വിനിയോഗിക്കുക. അങ്ങനെയാവുമ്പോ ഇതെല്ലാം കൂടി നമ്മുടെ ശത്രുവിന് പകരം മിത്രമായിട്ട് തീരും. ഹരേ കൃഷ്ണ മാതാജി, നല്ല പോയിന്റ് ആയിരുന്നു. മാതാജി. പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് ഭൗതിക തലത്തിലിരിക്കെ പ്രകൃതി ഗുണാനുസൃതമായി ഏതൊരാളും പ്രവർത്തിച്ചാൽ ഭഗവത് കൃപയുണ്ടാകും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സുജന മാതാജി. എല്ലാം കൃഷ്ണസേവനത്തിന് വേണ്ടി ആഗ്രഹിച്ചാൽ കാമവും ക്രോധവും ആജ്ഞവൽക്കരിക്കാം.
ശ്രീരാമന്റെ ഉറ്റ സേവകനായ ഹനുമാൻ രാവണന്റെ കനകനഗരം ഭസ്മമാക്കി സ്വന്തം ക്രോധത്തെ പ്രകടിപ്പിച്ചു. അങ്ങനെ ചെയ്തതുകൊണ്ട് ഹനുമാൻ ഭഗവാന്റെ ഉത്തമ ഭക്തനായി തീരുകയാണ് ചെയ്തത്. ഹരേ കൃഷ്ണ. ശിബി മാതാജി. ഹരേ കൃഷ്ണ പ്രഭുജി. രജോ ഗുണമുള്ള സമ്പർക്കം മൂലം ഉണ്ടാകുന്ന കാമമാണ് നമ്മുടെ പാപങ്ങൾ ചെയ്യാൻ പ്രേരിക്കുന്നത്. പക്ഷെ ആ കാമത്തിൽ നിന്ന് പിന്നെ വരുന്ന ക്രോധം എന്ന് പറയുന്നത് തമോ ഗുണമാണ്. പക്ഷെ ആ തമോ ഗുണത്തിലേക്ക് നമ്മൾ മാക്സിമം പോവാതെ അതിന്റെ നമ്മുടെ കർമാനുഷ്ഠാനങ്ങളുടെ സത്വഗുണത്തിലേക്ക് ഉയരണം. അതിന് കൃഷ്ണാവബോധമാണ് നമ്മുടെ ബേസ്. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. അടുത്ത കൃഷ്ണകുമാരി മാതാജി. പ്രഭുജി, ഒരു കാര്യം, ക്രോധം എങ്ങനെയാ നമ്മള് ഇതാക്കുന്നത് കൃഷ്ണ സേവനത്തിന്? ക്രോധം പോവാതെ നാമം ജപിച്ച് നിൽക്കേണ്ടി വരുമായിരിക്കും അല്ലേ? ദേഷ്യം വരുമ്പോ ഹരേ കൃഷ്ണ അവരോട് ഇനി തർക്കിച്ചിട്ട് കാര്യമില്ല എന്നുള്ള മട്ടിലെത്തുമ്പോ ക്ഷമയെ മുറുക്ക പിടിക്കുക, ഭഗവാനെ വിളിക്കുക. അതേ ഉള്ളൂ. അതെ 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 അതെ, അതായിരിക്കും. ഇതിന്റെ ഉദാഹരണം ആണ് പറഞ്ഞത് ഹനുമാൻ സ്വാമിയുടെ കാര്യം. അദ്ദേഹത്തിന് ആ സമയത്തുണ്ടായ ക്രോധത്തെ അദ്ദേഹം ഭഗവാന്റെ സേവയ്ക്കായിട്ട് വിനിയോഗിച്ചു. നമ്മൾ ആ സമയത്ത് എന്ത് ചെയ്യണം എന്നുള്ളതായിരുന്നല്ലോ ചോദ്യം. നമ്മൾ ആ സമയത്ത് ക്രോധം ഉണ്ടാകുന്ന സമയത്ത് നമ്മള് എന്ത് ഭക്തിയുത സേവനം ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? അതിപ്പം ജപിക്കുക തന്നെ. മുന്നിലുള്ള ഇതാക്കാണ്ട് എതിർക്കാൻ നിൽക്കണ്ട, പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ള മട്ടിൽ നമ്മൾ മനസ്സിൽ ജപിക്കുക. അത്രയും അതായിരിക്കും അല്ലേ? ക്രോധം വരുമ്പോ നാമം ജപിച്ചാ മതി. ക്രോധം വരുമ്പോൾ നാമം ജപിക്കാം, അല്ലെങ്കിൽ നാമം ജപിക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് എന്താണ് ഈ ഭഗവത്ഗീത അങ്ങനത്തെ പുസ്തകങ്ങൾ എടുത്ത് വായിക്കാനായിട്ട് പറ്റും. അതിനകത്ത് ചിലപ്പോൾ ആ എടുത്തൊരു ശ്ലോകം എടുത്തിട്ട് ഇങ്ങനെ തുറന്നു നോക്കുക. ചിലപ്പോൾ കറക്റ്റ് നമുക്കൊരു ഉപദേശമായിരിക്കും വരുന്നത്. ഭയങ്കരമായിട്ട് ക്രോധം വന്നിരിക്കുകയാണ്. അപ്പൊ ഭഗവത്ഗീത ഇങ്ങനെ ഭഗവാനെ പ്രാർത്ഥിച്ചിട്ട് തുറന്നു നോക്കുക. ആ ഒരു ശ്ലോകം കിട്ടുമ്പോൾ ആ ഒരു ഒറ്റ ഉപദേശം മതിയായിരിക്കും നമ്മൾ ക്രോധം ശമിക്കാനായിട്ട്. ഹരേ കൃഷ്ണ. അടുത്തത് ഇനി ആരാണ്? ഗീതാ മാതാജി. ഹരേ കൃഷ്ണ. പ്രകൃതി ഗുണങ്ങൾക്ക് അതീതനും തികച്ചും കൃഷ്ണാവബോധമാർന്നവനുമായ ഒരാൾക്ക് വിശ്വാസിനായ ആധ്യാത്മിക ഗുരുവിന്റെ ഉപദേശപ്രകാരം എന്ത് വേണമെങ്കിലും ചെയ്യാം. ആധ്യാത്മിക സമ്മർദ്ദങ്ങൾക്കും പിന്നെ അതുപോലെ പ്രതിസന്ധികളും വരുമ്പോൾ അവനവന്റെ ഗുരുവിന്റെ ഉപദേശപ്രകാരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യും. അതായത് ഒരു കൗൺസിലിംഗ് പോലെ ഗുരു നമ്മളെ നയിക്കും. അപ്പൊ നമ്മള് എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് ഒരു ഇതില്ലാത്ത അങ്ങോട്ട് പോകണോ ഇങ്ങോട്ട് പോകണോ എന്ത് ചെയ്യണം എന്നുള്ള ഒരു അവസ്ഥയിൽ ഇരിക്കുന്ന സമയത്ത് ഒരു ഗുരു അല്ലെങ്കിൽ ആചാര്യൻ നമ്മളെ അത് നേർവഴിക്ക് നയിക്കും. എന്താണെന്നുള്ളത് ആ ഒരു സമയത്ത് ഈ ആചാര്യന്റെ സഹായം നമുക്ക് ചോദിക്കാനായിട്ട് സാധിക്കും. കൃഷ്ണകുമാരി മാതാജി. എല്ലാറ്റിന്റെ ഉറവിടം പരബ്രഹ്മമാണ്. അതുകൊണ്ട് കാമത്തിന്റെ ഉൽപ്പത്തി അതേ പരമപുരുഷൻ തന്നെ. കാമത്തെ പരമപുരുഷനോടുള്ള പ്രേമമാക്കി മാറ്റിയാൽ നമുക്ക് അതേ കൃഷ്ണാവബോധത്തിലേക്ക് നമ്മെ നയിക്കും. കൃഷ്ണ സേവനത്തിന് വേണ്ടി ആഗ്രഹിച്ച ഏത് കാമവും ക്രോധവും ആത്മവൽക്കരിക്കാൻ പറ്റും, ആത്മീയവൽക്കരിക്കാൻ പറ്റും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പം അങ്ങനെ നമുക്കിപ്പോ ഏകദേശം എല്ലാവരും ഒക്കെ പറഞ്ഞു എന്ന് വിചാരിക്കാം. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. അപ്പം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കട്ടെ. വഞ്ചാകൽപതരൂപശ്ച കൃപാസിന്ധുഭ്യവ പദാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. അനന്തപുരി വൈഷ്ണവന്തി കീ ജയ്. ഹരേ കൃഷ്ണ. പ്രഭുജി ഞാൻ ലൈലയാണ്. അപ്പം നാളെ എന്റെ ഒരു ബന്ധു മരിച്ച ആ വീട്ടിൽ നാളെ ഏകാദശി എനിക്ക് എടുക്കാൻ പറ്റൂലേ പ്രഭുജി? മാതാജി നാളെ ഏകാദശി എടുക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല. മരിച്ച വീട്ടിലാണ് മരിച്ച വീട്ടിലാണെങ്കിൽ പറ്റൂല. നമ്മള് മറ്റൊരു ബന്ധുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ വീട്ടിലാണ് താമസിക്കുന്നത് എടുക്കാം. ക്ഷേത്രത്തിൽ പോകാൻ പാടില്ല. ആ വീട്ടിലായോണ്ട് എടുത്തൂടെ അല്ലേ പ്രഭുജി? ആ വീട്ടിലാകുമ്പോ എടുക്കാതിരിക്കുന്നതാണ്.
നമ്മൾ അപ്പൊ പുലയിൽ അപ്പൊ തൊട്ട് നമ്മ അങ്ങോട്ട് ചെയ്യാൻ പാടില്ല. ഉം. എന്റെ അപ്പച്ചീരെ മോളാണ് പ്രഭുജി മരിച്ചത്. അതെല്ലേ. ഉം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ വീട്ടിൽ പുലയിൽ തൊട്ട് നമുക്കിത് ചെയ്യാൻ പാടില്ല. ഉം. നമുക്ക് ഒറ്റയ്ക്ക് പറ്റില്ലല്ലോ, ആ വീട്ടിലുള്ള എല്ലാവരും എടുക്കുവോ? ഇല്ല. ഇല്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഒറ്റയ്ക്ക് അവിടെ ബുദ്ധിമുട്ടായത് കൊണ്ട് ഭഗവാനോട് പ്രാർത്ഥിക്കാം. ഞാന് അപ്പൊ ഇത് പറഞ്ഞോളൂ. അപ്പൊ നാളെ ആഹാരം കഴിക്കണ ചോറ് കഴിച്ചൂടല്ല പ്രഭു? അങ്ങനെ ചോറ് കഴിക്കാതിരിക്കാമോ കഴിക്കാമോ? അല്ല, അവിടെ മാതാജി അവിടെ എന്ത് ഭക്ഷണം ഉണ്ടാക്കുവാണല്ലോ അത് കഴിക്കാന്നുള്ളത്. ഉം. അല്ലെങ്കിൽ വ്രതം മാതാജിക്ക് തന്നെ അവിടെ ഒരു കപ്പയൊക്കെ വെച്ച് കഴിക്കാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ കഴിക്കാമോ പ്രഭു? അങ്ങനെയാണെങ്കിൽ കഴിക്കാമെങ്കിൽ അവിടെ ആ ശുദ്ധത എങ്ങനെ വരും? ആ 13 ദിവസത്തോളം ആ പ്രേതാത്മാവ് അവിടെ നിൽക്കല്ലേ. അപ്പൊ ആ ശുദ്ധത അവിടെ വരുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് അവരെന്ത് കഴിക്കുന്നു അത് മാത്രം കഴിച്ച് മാതാജി ഈ ഒരു ഏകാദശിയുടെ കാര്യത്തിൽ അങ്ങ് അവർ നെഗോഷിയേറ്റ് ചെയ്യുക, ഭഗവാനോട് പ്രാർത്ഥിക്കുക. ഇങ്ങനെ ഒരു സാഹചര്യം ആയതുകൊണ്ടാണെന്ന് പറയാം.